السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما نافعا. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം അല്ലേ സൂറത്ത് ബഖറയിലുള്ള നസ്ഖിനെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ആയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഈ ക്ലാസ് എടുക്കുന്നതെന്ന് ചിലർക്കെങ്കിലും സംശയം വന്നേക്കാം. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. വെച്ചാൽ സ്വാഭാവികമായിട്ടും തോന്നാവുന്ന സംശയങ്ങൾ തന്നെയാണ്. അപ്പം ഒരു 4-5 സംശയങ്ങൾ കിട്ടിയപ്പം അതേ ക്വസ്റ്റ്യൻസ് വേറെ പലരുടെയും മനസ്സിലുണ്ടാവും എന്ന് തോന്നി. അപ്പം ഇൻഡിവിജ്വലി ആൻസർ കൊടുക്കുന്നതിനേക്കാളും ഹൈർ എല്ലാവർക്കും കൂടെ ഒരു എന്താ പറയുക ചെറിയ സെഷൻ നെസ്കിന്റെ നടത്തുന്നതായിരിക്കും തോന്നി. അങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്. പിന്നെ ഇതുപോലെയുള്ള വിഷയങ്ങൾ പഠിക്കുമ്പോൾ പ്രത്യേകം ഒരു കാര്യം നമ്മൾ മനസ്സിൽ വെക്കുക. ഇതൊക്കെ നമ്മൾ കുറച്ചൊരു ഡീറ്റെയിലേക്ക് പോകാം. എന്നാലും ഇത് ഒരുപാട് ഡീറ്റെയിൽ ഒന്നും അല്ല. അങ്ങനെ വരുമ്പം ഇബ്ലീസ് വേഗം നമ്മളെ അറ്റാക്ക് ചെയ്യും. കുറേ സംശയങ്ങൾ തരും നമ്മളെ മനസ്സിൽ. അതെന്നാലും എന്തായിരിക്കും അങ്ങനെ, ഇതെന്തായിരിക്കും ഇങ്ങനെ, അത് അങ്ങനെ ആവുമ്പോൾ ഇങ്ങനെ ആവും എന്നൊക്കെ പലതും നമുക്ക് തോന്നും. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ആ ഒരു പ്രിൻസിപ്പിൾ എപ്പോഴും മനസ്സിൽ വെക്കുക. നമുക്ക് സംശയങ്ങൾ വരും, സ്വാഭാവികമാണ്. ആ സംശയങ്ങൾ നമ്മുടെ ഇബാദത്തുമായിട്ട് ബന്ധമൊന്നുമില്ല, അല്ലെങ്കിൽ നമ്മളെ ഇബാദത്തിനെ ബാധിക്കുന്നതല്ല, കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇബാദത്തിന്റെ കാര്യം അവിടെ കിട്ടും. നമ്മളുടെ ജീവിതത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത്തരം സംശയങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ പോകാതിരിക്കുക. എന്ന് വെച്ച് സംശയിച്ചുകൂടാ അല്ലെങ്കിൽ സംശയം വന്നുകൂടാന്നില്ല. നിങ്ങൾക്ക് സംശയം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് ഡയറക്റ്റ് ചോദിച്ചു വെക്കാം, അതിനുള്ള ഉത്തരം തേടാം, ഒക്കെ ശരിയാണ്. പക്ഷേ ഇബ്ലീസിന്റെ ഒരു വഴിയും കൂടിയാണത്. ആ വഴിക്ക് നമ്മളെ ഇങ്ങനെ വഴി തെറ്റിക്കാൻ വേണ്ടി അത് കൂടുതൽ കൂടുതൽ ചെകഞ്ഞ് കൂടുതൽ സംശയമായി അൾട്ടിമേറ്റ്ലി നമ്മളുടെ ഈമാനെ ബാധിക്കാനൊക്കെ ഒരു കാരണമായേക്കാം. അപ്പം ഇത്തരത്തിലുള്ള ഒരു കുറച്ചും കൂടെ ഒരു ഡീപ്പ് വിഷയങ്ങളിലേക്ക് പോകുമ്പം ഈ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കുക. എപ്പോഴും ഏത് ക്ലാസ്സുകളുടെയും കോഴ്സുകളുടെയും ഭാഗമായിട്ട് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുമ്പം ഇത് മനസ്സിലാക്കുക. അതിനകത്ത് ഒരുപാട് ചെകഞ്ഞു പോയിട്ട് ഇബ്ലീസിന്റെ കെണിയിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പം ആദ്യം തന്നെ നസ്ഖ് എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് കാണാം. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ദൈവികമായ നിയമങ്ങൾ, അതായത് ശരീഅത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മെസ്സഞ്ചേഴ്സിന്, അവന്റെ റസൂലുകൾക്ക് ഇറക്കി കൊടുത്തത് മനുഷ്യന്മാരല്ലേ. മനുഷ്യന്മാരുടെ ബേസിക് അഖീദ, അതായത് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്, വിശ്വാസം, അത് കറക്റ്റ് ചെയ്യണം അല്ലേ. കാരണം പല രീതിയിലും കലർപ്പുകളും സ്വന്തമായിട്ടുള്ള ചിന്തകളും ഒക്കെ വന്നു പോകാം. അപ്പൊ അത് കറക്റ്റ് ചെയ്യണം. പിന്നെ ആ അഖീദയിൽ നിന്ന് വരുന്നതാണ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാന്നുള്ളത് അല്ലെ. അപ്പം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന രീതികൾ മനുഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. പിന്നെ മൂന്നാമത് സോഷ്യൽ ലൈഫ്, അവന് മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകൾ, മുആമലാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, മറ്റ് ജീവികൾ അല്ലെങ്കിൽ മറ്റ് സൃഷ്ടികൾ, അത് മനുഷ്യരായിക്കോട്ടെ മനുഷ്യരല്ലാത്ത ജീവികളായിക്കോട്ടെ, ഇനി ജീവനില്ലാത്ത എല്ലാ ഇപ്പൊ ചെടികൾ പോലെയുള്ള കാര്യങ്ങളായിക്കോട്ടെ, എന്തും നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ആയിക്കോട്ടെ, ഇനി നമ്മൾ ചെയ്യുന്ന ബിസിനസ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ട്രാൻസാക്ഷൻസ്, മണി ട്രാൻസാക്ഷൻസ്, എന്തും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും കറക്ഷൻസ് വരുത്തണം അല്ലെ. അത് അള്ളാന്റെ നിയമത്തിന് അനുസരിച്ചാക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ശരീഅത്ത് അവന്റെ റസൂലുകൾക്ക് അല്ലെങ്കിൽ പ്രവാചകന്മാർക്ക് ഇറക്കി കൊടുത്തിട്ടുള്ളത്. അപ്പൊ അഖീദ, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്, വിശ്വാസം, അതുമായിട്ട് ബന്ധപ്പെട്ട ഗൈബായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലുള്ള വിശ്വാസം, അതിൽ നിന്ന് ഉരുത്തിരിയുന്ന ഇബാദത്ത് അല്ലെ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ടത്, അതിന്റെ രീതികൾ. 3, അവന്റെ സോഷ്യൽ ലൈഫ്, അവന് മറ്റ് ജീവികൾ, മറ്റ് സൃഷ്ടികളുമായിട്ട്, അള്ളാഹുവിന് മറ്റ് സൃഷ്ടികളുമായിട്ടുള്ള അവന്റെ ഡീലിങ്സ്, സോഷ്യൽ ലൈഫ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്തൊക്കെ കറക്ഷൻസ് ആണോ വരുത്തേണ്ടത് അതിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയാ നിയമങ്ങൾ ഇറക്കിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ വിശ്വാസത്തിനെ കുറിച്ച് പറയുമ്പം ഇസ്ലാമിൽ ഒരൊറ്റ വിശ്വാസം, തൗഹീദ് മാത്രമേ ഉള്ളൂ. ഒരൊറ്റ റബ്ബേ ഉള്ളൂ അല്ലെ. അള്ളാഹു ഏകനാണ്, അവന് യാതൊരു പങ്കുകാരനുമില്ല. അവന്റെ റുബൂബിയത്തിൽ അവൻ റബ്ബാണ്. അസ്മാ വസിഫാത്തിൽ അവന്റെ പേരുകള്, അവന്റെ അന്തസ്സത്ത, അവന്റെ സിഫത്തുകള്, അവന്റെ ആക്ഷൻസ്, അള്ളാഹുവിന്റെ പ്രവൃത്തികള്, പിന്നെ ഉബൂദിയ, മനുഷ്യന്മാരെ ഇബാദത്ത് ചെയ്യുന്ന കാര്യത്തിൽ, ഇത്രയും കാര്യത്തിൽ അള്ളാഹു ഏകനാണ്. അള്ളാഹുവിന് യാതൊരു പാർട്ട്നേഴ്സും ഇല്ല അല്ലെ. അപ്പം ഈ കാര്യം ഒരു ചേഞ്ചും ഉണ്ടായിട്ടില്ല ആദ്യം മുതൽ അവസാനം വരെ. അപ്പം എല്ലാ നബിമാരും മനുഷ്യരാശിനെ മൊത്തത്തില്
വിശ്വാസത്തിലേക്ക് ക്ഷണിച്ചത് ഒരേ രീതിയിലാണ്, ഒരേ വിശ്വാസമാണ്, ഒരു മാറ്റമില്ല. ഇത് നമ്മൾ മുമ്പ് എനിക്ക് തോന്നുന്നു ബക്കറ തുടങ്ങിയ സമയത്ത് നമ്മൾ ഇതിനെ കുറിച്ചൊരു ഇൻട്രോ പറഞ്ഞിട്ടുണ്ട്. അത് മിസ്സായവർക്ക് വേണ്ടിയാണ് ഞാൻ ഒന്നും കൂടെ പറയുന്നത്. ഓക്കെ, അത് താല്പര്യമുള്ളവർക്ക് അത് പോയി കേട്ട് നോക്കാം. അപ്പം അഖീദ അതായത് വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാ പ്രവാചകന്മാരും എല്ലാ നബിമാരും ഒരേപോലെയാണ് കൊണ്ടുവന്നത്, ഒരേപോലെയാണ് മനുഷ്യന്മാരെ അതിനകത്തേക്ക് ക്ഷണിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കാര്യം സൂറത്ത് അംബിയാല് 25-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസുലിൻ ഇല്ലാ നൂഹിയ ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. ഞാനല്ലാതെ യാതൊരു ദൈവവുമില്ല, അതിനാൽ എന്നെ നിങ്ങൾ ആരാധിക്കൂ എന്ന് ബോധന നൽകിക്കൊണ്ടല്ലാതെ നിനക്ക് മുമ്പ് ഒരു ദൂതനെയും ഞാൻ അയച്ചിട്ടില്ല. ഓക്കെ, അപ്പം എല്ലാ ദൂതന്മാരും വിശ്വാസത്തിന്റെ കാര്യത്തിൽ തൗഹീദും കൊണ്ടാണ് വന്നിട്ടുള്ളത്. എന്നെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പറ്റുള്ളൂ. എന്നാൽ ഇബാദത്തുകളുടെ കാര്യത്തിലാണെങ്കിലും ഇബാദത്തുകളുടെ രീതികൾ, ഓക്കെ, ഇബാദത്തുകളല്ല ഇബാദത്തുകളുടെ രീതികൾ, അതിന്റെ മെത്തേഡ്, മനുഷ്യന്റെ സാമൂഹിക കാര്യങ്ങൾ, മനുഷ്യൻ മറ്റ് സൃഷ്ടികളുമായിട്ട് ഇടപെടുന്ന കാര്യത്തിൽ ഈ കാര്യത്തിലൊക്കെ കൊണ്ടുവന്ന നിയമങ്ങൾ എന്ന് പറയുന്നത് എല്ലാ സിറ്റുവേഷനിലും സെയിം ആയിരുന്നില്ല. ഓക്കെ, ഈസ അലൈഹി ഇസ്ലാമിന്റെ കാലത്തെ നിയമങ്ങളായിരുന്നില്ല മൂസ അലൈഹി ഇസ്ലാമിന്റെ കാലത്തുണ്ടായിരുന്ന നിയമങ്ങൾ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് വന്നത് ഇതിൽ നിന്നും വ്യത്യസ്തമായ പല നിയമങ്ങളാണ്. അന്ന് അനുവദനീയമായത് പലതും പിന്നീട് നിർത്തിയതുണ്ട്, അന്ന് അനുവദനീയമല്ലാത്ത പല കാര്യങ്ങളും പിന്നീട് അനുവദിച്ചതുമുണ്ട്. ഓക്കെ, അപ്പം ഈ നമ്മളുടെ ഇബാദത്തിന്റെ രീതികൾ, സാമൂഹ്യപരമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നമ്മളുടെ നെഫ്സിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, നെഫ്സിന് തസ്കിയ നടത്താൻ വേണ്ടിയിട്ടുള്ളതാണ്, സമൂഹത്തിന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, സമൂഹത്തിൽ ഒരു സാമൂഹ്യ ബന്ധം അല്ലെങ്കിൽ ഇസ്ലാമിക് ബ്രദർഹുഡ് അല്ലേ, എന്താണ്, സാഹോദര്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതൊക്കെ ശരി തന്നെ. പക്ഷേ അതിന്റെ രീതികൾ ഓരോ സമൂഹത്തിനനുസരിച്ചും ഓരോ ആളുകൾക്കനുസരിച്ചും അവരുടെ ആവശ്യങ്ങൾ വ്യത്യസ്തമായത് കൊണ്ട് ശരിഅ നിയമങ്ങൾ വ്യത്യസ്തമായിരുന്നു. ഓക്കെ, ഈവൻ കാലങ്ങൾക്കനുസരിച്ചും ശരിഅ നിയമങ്ങൾക്ക് വ്യത്യാസമുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അതുകൊണ്ട് എല്ലാ നബിമാരും എല്ലാ പ്രവാചകന്മാരും കൊണ്ടുവന്ന വിശ്വാസം അഖീദ സെയിം ആണ്, എന്നാൽ ശരിഅ ഡിഫറെന്റ് ആണ്. ഒരു കാലഘട്ടത്തിലെ ശരിഅ ചിലപ്പം വേറൊരു കാലഘട്ടത്തിൽ സൂട്ട് ആവില്ല. ഒരു സെറ്റ് ഓഫ് പീപ്പിൾ, ആളുകളുടെ ശരിഅ വേറൊരു സെറ്റ് ഓഫ് പീപ്പിളിന് ചിലപ്പം ശരിയാവില്ല. ഓക്കെ, അപ്പം ഓരോ സമയത്തും ഓരോ പ്രവാചകന്മാർക്കും അവരുടെ സമൂഹത്തിനെ എങ്ങനെ സൂട്ടബിൾ ആയിട്ട്, ആ ഒരു സമൂഹത്തിനെ അപ്രോപ്രിയേറ്റ് ആയിട്ട് എങ്ങനെ വിളിക്കാമോ ആ രീതിയിലാണ് അവർക്ക് ശരീഅത്ത് കൊടുത്തത്. അതേപോലെ തന്നെ ഓരോ പ്രവാചകന്മാരും അവരുടെ പ്രവാചകത്വത്തിന്റെ ഒരു പക്ഷേ ആദ്യത്തെ സമയത്തുള്ളതുപോലെ ആവില്ല അവസാനം. അപ്പം ആ ഒരു രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നാട്ടില് നിയമങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തില് ആ ഖൗമിന് നിയമങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും കണക്കിലെടുത്തുകൊണ്ടാണ് ശരിഅ നിയമങ്ങൾ അള്ളാഹു കൊണ്ടുവരുന്നത്. ഇതിനകത്ത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കാരുണ്യവും അള്ളാഹുവിന്റെ അറിവും ഉള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം അള്ളാഹ്ക്ക് അറിയില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. പണ്ട് അത് കൊണ്ടുവരുമ്പോൾ അറിയില്ലായിരുന്നു. സുബ്ഹാനല്ലാഹ്, അള്ളാഹിന്റെ കാരുണ്യമാണ് അത്. ഒരു സമയത്ത് നിങ്ങൾക്ക് പറ്റാത്തത് നിങ്ങൾക്ക് തന്നിട്ടില്ല, എന്നാൽ ഇപ്പൊ നിങ്ങൾക്ക് പറ്റുന്ന നിയമമാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് അത് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം അള്ളാന്റെ അവകാശമാണ്, അള്ളാന്റെ അധികാരമാണ് നമ്മളോട് കൽപ്പിക്കാന്നുള്ളതും നമ്മളെടുത്ത് വിരോധിക്കാന്നുള്ളതും, കൽപ്പിച്ചത് എടുത്ത് മാറ്റാന്നുള്ളതും കൽപ്പിക്കാത്തത് കൊണ്ടുവരാന്നുള്ളതും. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ തഫ്സീർ ക്ലാസ്സിൽ വിശദമായിട്ട് പറഞ്ഞതാണ്. ഓക്കെ, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള പോലെ പറയാണ്. അപ്പം സൂറത്ത് അംബിയായില് 23-ാമത്തെ ആയത്തില് പറയുന്നുണ്ട്, ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. അവൻ പ്രവർത്തിക്കുന്നതിനെ പറ്റി ചോദ്യം ചെയ്യപ്പെടുകയില്ല, അവരാകട്ടെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു തആല നിയമം കൊണ്ടുവരും, നിയമം നിർത്തലാക്കും, അല്ലെ? അത് അള്ളാന്റെ അധികാരത്തിൽ പെടുന്നതാണ്. എന്നാൽ അതിൽ പോലും അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കാരുണ്യമുണ്ട്, അള്ളാഹുവിന്റെ അറിവുണ്ട്, അള്ളാഹുവിന്റെ സൃഷ്ടികളെ കുറിച്ച് അറിയാം. അതുകൊണ്ട് അള്ളാഹുവിന്റെ അധികാരമാണ് നിയമങ്ങൾ കൊണ്ടുവരാന്നുള്ളതും നിയമങ്ങൾ മാറ്റാന്നുള്ളതും. അവനെ ചോദ്യം ചെയ്യാന് യാതൊരു അധികാരം നമുക്കില്ല, അല്ലെ? ലാ യുസ്അലു അമ്മാ യഫ്അലു. അവൻ പ്രവർത്തിക്കുന്നതിനെ പറ്റി ചോദ്യം ചെയ്യപ്പെടുകയില്ല. വഹും യുസ്അലൂൻ, അവരാകട്ടെ നമ്മളാകട്ടെ ചോദ്യം ചെയ്യപ്പെടുന്നതുമാണ്, അല്ലെ? അപ്പം അള്ളാഹ് അങ്ങനെ നിയമം മാറ്റുക, ശരീഅത്ത് എങ്ങനെയാ മാറ്റുക, വേറൊന്ന് കൊണ്ടുവരാ എങ്ങനെയാ എന്നൊക്കെ ചോദിക്കാന്നുള്ളത്, അല്ലെങ്കിൽ അതൊക്കെ ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നേണ്ട കാര്യമേ ഇല്ല. അള്ളാഹിന്റെ ഇൽമ്, അള്ളാഹുവിന് എല്ലാത്തിനെ കുറിച്ചും അറിയാം. അള്ളാഹുവിന് പാസ്റ്റിനെ കുറിച്ച് അറിയാം, അള്ളാഹുവിന് പ്രസന്റ് അറിയാം, അള്ളാഹുവിന് ഫ്യൂച്ചർ അറിയാം, അള്ളാഹുവിന് വൈബ് അറിയാം, അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ പ്രത്യേകതകൾ അറിയാം. അതുകൊണ്ട് അള്ളാഹ്ക്ക് നിയമം
മാറ്റാം. ഓക്കെ, അതിനകത്ത് ഒരു സ്ട്രേഞ്ച് അല്ല അതെന്താ അങ്ങനെ എന്നുള്ള ചിന്തയെ വരേണ്ട ആവശ്യമില്ല. അപ്പൊ അതാണ് നസ്ഖിന്റെ എന്താണ് ബാക്ക്ഗ്രൗണ്ട്. അപ്രകാരം ദൈവികമായിട്ടുള്ള, അതായത് ശരിയാ നിയമങ്ങള് വേറെ ഒരു ശരിയാ നിയമം, അതായത് ഒരു അള്ളാഹു ഇറക്കിയ ഒരു നിയമത്തിനെ വേറൊരു നിയമം കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ വേറൊരു നിയമം വെച്ച് ആ നിയമത്തിനെ ഇല്ലാതാക്കുന്നതിന്, റദ്ദാക്കുന്നതിന്, അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുക, ഒന്നെങ്കിൽ അത് മുമ്പുള്ള നിയമത്തിനെ ഇല്ലാണ്ടാക്കുക, അല്ലെങ്കിൽ ആ നിയമത്തിന് പകരം ഈ നിയമം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരാം. ഇതിനാണ് നസ്ഖ് എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ ഒരു ക്ലാസ് എടുക്കാനേ ഉള്ള കാരണം. സൂറത്ത് ബഖറ അല്ലാതെ സൂറത്ത് നഹ്ലില് 101-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഇദാ ബദ്ദൽന ആയതൻ മകാന ആയത്തിൻ وإذا بدلنا آية مكان آية والله أعلم بما ينزل قالوا إنما أنت مفتر ബൽ അക്സറുഹും ലാ യഅലമൂൻ. ഒരു വേദവാക്യത്തിന്റെ സ്ഥാനത്ത് മറ്റൊരു വേദവാക്യം നാം പകരം വെച്ചാൽ അള്ളാഹു ആകട്ടെ താൻ അവതരിപ്പിക്കുന്നതിനെ പറ്റി നല്ലവണ്ണം അറിയുന്നവനാണ് താനും. അവർ പറയും, അതായത് അള്ളാഹു ഇപ്രകാരം മാറ്റിവെച്ചാൽ അവർ പറയും നീ കെട്ടിച്ചമച്ച് പറയുന്നവൻ മാത്രമാകുന്നു എന്ന്. അല്ല, അവരിൽ അധിക പേരും കാര്യം മനസ്സിലാക്കുന്നില്ല. സൂറത്ത് നഹ്ല് 101-ാമത്തെ ആയത്ത്. പിന്നെ നമ്മളെ ബഖറയിൽ നമ്മൾ കണ്ട 106-ാമത്തെ ആയത്ത്, മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹ നഅതി ബിഖൈറിൻ മിൻഹ ഔ മിസ്ലിഹാ. വല്ല ആയത്തും നാം ദുർബലപ്പെടുത്തുകയോ വിസ്മരിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ പകരം അതിനേക്കാൾ ഉത്തമമായതോ അതിന് തുല്യമായതോ നാം കൊണ്ടുവരുന്നതാണ്. അപ്പൊ നസ്ഖ് ഉണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ റെഫർ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നസ്ഖ് ഉണ്ട് എന്നുള്ള കാര്യം. ഇനി നസ്ഖിന്റെ വ്യവസ്ഥകൾ എന്തൊക്കെയാണ്, കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നസ്ഖ് നടക്കാൻ വേണ്ടിയിട്ട് 3 നിയമങ്ങൾ അല്ലെങ്കിൽ 3 കണ്ടീഷൻസ് ആണ് ഉള്ളത്. ഓക്കെ, അത് ഒരു കാര്യം നസ്ഖ് ചെയ്തു അല്ലെങ്കിൽ ചെയ്യപ്പെട്ടു എന്ന്, അല്ലെങ്കിൽ ഒരു നിയമം നസ്ഖ് ചെയ്യപ്പെട്ടു. ഇപ്പൊ ഇനി നസ്ഖ് എന്ന് പറഞ്ഞ വാക്ക് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എന്താണെന്ന് അറിയാലോ അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ഒരു നിയമത്തിന് വേറൊരു നിയമം വെച്ച് ക്യാൻസൽ ചെയ്യുക, അതായത് ഇല്ലാണ്ടാക്കുക, അല്ലെങ്കിൽ അതിനെ പുതിയ നിയമം കൊണ്ട് റീപ്ലേസ് ചെയ്യുക, അതായത് വേറെ ഒരു നിയമം അതിന്റെ സ്ഥാനത്ത് കൊണ്ടുവരാം. ഓക്കെ, അതാണ് നസ്ഖ്. അപ്പം നസ്ഖിന് 3 കണ്ടീഷൻസ് ആണ്. ഒന്നാമത്തെ കണ്ടീഷൻ, അതായത് നമ്മളിപ്പോ ഒരു നിയമത്തിന് പകരം വേറൊരു നിയമം കൊണ്ടുവരണമെങ്കിൽ ആ കൊണ്ടുവരപ്പെടുന്ന പുതിയ നിയമവും എന്തായിരിക്കണം, ദൈവിക, അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമമായിരിക്കണം. ഓക്കെ, അള്ളാഹു ഒരു നിയമമാക്കി ഇറക്കി, അതായത് ആദ്യത്തെ നിയമം ഇത് ഞാനിത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതിൽ ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. ആദ്യത്തെ നിയമവും എന്തായിരിക്കണം, ദൈവികമായിരിക്കണം എന്നാണ് ഒന്നാമത്തെ കണ്ടീഷൻ. ആദ്യം പറഞ്ഞ നിയമം, വീണ്ടും സോറി, അതായത് ബേസിക്കലി 2 നിയമം, അതായത് ആദ്യത്തെ നിയമവും രണ്ടാമത്തെ നിയമവും എന്തായിരിക്കണം, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഇറങ്ങിയ നിയമങ്ങളായിരിക്കണം. അല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു നിയമം ഇറക്കി അത് മനുഷ്യർ എന്തിനെങ്കിലും വെച്ച് റീപ്ലേസ് ചെയ്താൽ അത് നസ്ഖാവില്ല. അതേപോലെ മനുഷ്യർ എന്തെങ്കിലും ഒരു നിയമം ഉണ്ടാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാലും അത് നസ്ഖാവില്ല. അപ്പം ബേസിക്കലി 2 നിയമങ്ങളും എന്തായിരിക്കണം, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തന്നെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ നിയമങ്ങൾ തന്നെ ആക്കണം. ഇങ്ങനെ വരുമ്പോൾ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിത് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ, ഇൻഷാ അല്ലാഹ്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം എന്താണ് ആൽക്കഹോളിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. മദ്യപാനം അള്ളാഹു സുബ്ഹാനഹു വ തആല ഗ്രാജുവൽ ആയിട്ട് മെല്ലെ മെല്ലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നിർത്തിയത് അല്ലെ. ഇതിനെ നസ്ഖാക്കി എടുക്കാൻ പറ്റൂല, ഇത് നസ്ഖിന് ഒരു ഉദാഹരണമാക്കി എടുക്കാൻ പറ്റൂല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ നിയമം കൊണ്ടുവരുമ്പോഴും അതിന്റെ ആദ്യത്തെ നിയമത്തിന്റെ സ്കോപ്പ് കൂട്ടി കൂട്ടി കൊണ്ടുവന്നതാ. ആദ്യം ഇറക്കിയ ഒരു നിയമത്തിനെ ക്യാൻസൽ ചെയ്തതോ റീപ്ലേസ് ചെയ്തതോ അല്ല. ഓക്കെ, ആളുകള് ആദ്യം എന്താണ്, മദ്യപാനം എന്താണ്, ഓക്കെ ഇത് അനുവദനീയമാണ് എന്നുള്ള രീതിയിൽ ആളുകൾ എടുത്തതാണ് അല്ലെ. അത് ആളുകളുടെ ചിന്തയായിരുന്നു ഏറ്റവും ആദ്യം എന്ത്, മദ്യപാനം അനുവദനീയമാണ്. അല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യത്തെ നിയമത്തിൽ മദ്യപാനം നിങ്ങൾക്ക് അനുവദനീയമാക്കിയിരിക്കുന്നു, എന്നിട്ട് രണ്ടാമത്തെ നിയമത്തിൽ മദ്യപാനം നിങ്ങൾക്ക് വിരോധിച്ചിരിക്കുന്നു എന്ന് പറയല്ല ഉണ്ടായത് അല്ലെ. ഇവിടുത്തെ ആദ്യത്തെ സിറ്റുവേഷൻ എന്നതാണ്, ആളുകൾ വിചാരിച്ചതാണ് എന്ത്, മദ്യപാനം അനുവദനീയമാണെന്ന്. അത് അവരുടെ അസംഷൻ ആയിരുന്നു, അല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ നിയമമല്ല എന്ത്, മദ്യപാനം അനുവദനീയമാണ് എന്നുള്ളത്. അപ്പം ഈ ഒരു മദ്യപാനത്തിന്റെ കാര്യത്തിൽ
വന്ന നിയമങ്ങൾ എന്താണ്, ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് നിയമം വരുമ്പോഴും ആദ്യത്തതിനെ ഒന്നും കൂടെ എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞതല്ലാതെ ആദ്യത്തിനെ ക്യാൻസൽ ചെയ്യോ റീപ്ലേസ് ചെയ്യോ ചെയ്തിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ മദ്യപാനം നിർത്തലാക്കിയത് നസ്ഖിന് ഉദാഹരണമേ അല്ല. ഓക്കെ, ഇനി അടുത്തത് പഴയ നിയമത്തിന് പകരമായി ഉപയോഗിക്കുന്ന തെളിവ് പഴയ നിയമം ഇറങ്ങിയതിന് ശേഷം ഇറങ്ങിയ ഒരു ദൈവിക കൽപ്പന ആയിരിക്കണം. ഓക്കെ, അത് നമ്മൾ പഴയ ഒരു നിയമം ഉണ്ട് ഓൾറെഡി. ഓക്കെ, അതിന് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു പുതിയ നിയമം കൊണ്ടുവരാണ്, അല്ലെങ്കിൽ അതിനൊരു തെളിവുണ്ട്. ആ തെളിവെന്ന് പറയുന്നത് പഴയ നിയമത്തിന്റെ ആയത്ത് ഇറങ്ങിയതിന് ശേഷം ഇറങ്ങിയ ആയത്തായിരിക്കണം. ഖുർആനിൽ അത് എവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതല്ല ഇമ്പോർട്ടന്റ്, അത് അതിന് ശേഷം ഇറങ്ങിയായിരിക്കണം. ആദ്യം നമുക്കൊരു നിയമമുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഓക്കെ നിങ്ങൾ ഇങ്ങനെ തന്നെ അത് ചെയ്യണമെന്ന്. രണ്ടാമത് അള്ളാഹു പറയാണ് അതിനെ ഞാൻ ക്യാൻസൽ ചെയ്തിട്ട്, അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അതിന് പകരം ഇന്നത് കൊണ്ടുവന്നിരിക്കുന്നു എന്ന്. ഈ രണ്ടാമത് ഇറങ്ങിയ കാര്യം ആദ്യം ഇറങ്ങിയതിന്റെ ശേഷം ആയിരിക്കണം വഹി ഇറങ്ങിയത്, അതായത് ഖുർആനിൽ എവിടെയാണ് പ്ലേസ് ചെയ്തത് എന്നുള്ളത് അല്ല. ഓക്കെ, അപ്പം ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? രണ്ടും എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളായിരിക്കണം, അള്ളാഹു ഇറക്കിയ നിയമങ്ങളായിരിക്കണം. ആദ്യം കൊണ്ടുവന്ന നിയമവും രണ്ടാമത് മാറ്റാൻ വേണ്ടിയിട്ട്, അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട്, റീപ്ലേസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്ന നിയമവും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ നിയമം ആകണം. അത് മനുഷ്യന്മാർ പറഞ്ഞതോ മനുഷ്യന്മാർ ചിന്തിച്ചതോ അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നു കാര്യം എന്ന് പറയുന്നതോ ആവരുത്. രണ്ടും തെളിവുകളുള്ള കാര്യമായിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? നമ്മൾ യൂസ് ചെയ്യുന്ന, അതായത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി രണ്ടാമത് കൊണ്ടുവരുന്ന നിയമത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന തെളിവ് ആദ്യം വന്ന തെളിവിന്റെ ശേഷം ഇറങ്ങിയതാവണം, ശേഷം വഹി വന്നതായിരിക്കണം. അല്ലാതെ ഖുർആനിൽ അതിന് ശേഷം പ്ലേസ് ചെയ്തതോ മനസ്സിലായോ? ആ ഒരു ഓർഡർ ആയത്തിന്റെ ഓർഡർ വെച്ചിട്ടോ അല്ല. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്താന്ന് വെച്ചാല്, നമുക്കൊരു പുതിയ ഒരു നിയമം കൊണ്ടുവരാന്ന് വെച്ചോ. ഓക്കെ, അപ്പം പഴയ നിയമം ഓൾറെഡി അവിടെ ഉണ്ട്. ഓക്കെ, ഈ പഴയ നിയമത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ടൈം പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചോ. ഓക്കെ, അത് ഇത്ര കാലത്തേക്കാണ് ഈ പഴയ നിയമം എന്ന്. അപ്പം സ്വാഭാവികമായിട്ടും ആ കാലം കഴിയുമ്പം ആ നിയമം അങ്ങ് ഇല്ലാണ്ടാവും. മനസ്സിലായോ? അപ്പൊ ഈ പഴയ ആദ്യം ഇറങ്ങിയ ആ ഒരു ആ നിയമത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര സമയം വരെയാണ് നിങ്ങൾക്ക് ആ നിയമം ഉള്ളത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അതിന് നസ്ഖ് ബാധകമല്ല. കാരണം സ്വാഭാവികമായിട്ടും ആ സമയം കഴിയുമ്പം അത് ഇൻവാലിഡ് ആവും. ഓക്കെ, അപ്പം അതിനെ വേറൊരു നിയമം വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ പാടില്ല. അപ്പം നമുക്കറിയാം നോമ്പ് അല്ലെ, നോമ്പിൽ നമുക്ക് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് ഒരു എന്താണ്, സൂര്യൻ അസ്തമിക്കുന്ന സമയം വരെ, അങ്ങനെയാണ് നോമ്പ് എന്ന് നിയമപ്രകാരം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതേപോലെ നോമ്പിന് നമുക്ക് വൈകുന്നേരം അതായത് മഗ്‌രിബിന് ശേഷം ഭക്ഷണം കഴിക്കാം എന്നും നിയമമുണ്ട് അല്ലെ. അപ്പം ഈ ആദ്യം പറഞ്ഞ കണ്ടീഷൻ, അതായത് നോമ്പ് എടുക്കണം എന്ന് പറഞ്ഞ കണ്ടീഷൻ മഗ്‌രിബ് വരെയാണ് എന്ന ആ ഒരു സംഭവം പറഞ്ഞിട്ട് വെച്ചാൽ അവിടെ ഒരു ടൈം ഉണ്ട് അല്ലെ. അത് ടൈം ഉള്ളത് കൊണ്ട് തന്നെ ഈ ചിലരുണ്ടാവും മഗ്‌രിബിന് ശേഷം അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാം എന്ന് പറയുന്നതിനെ അത് വെച്ച് റീപ്ലേസ് ചെയ്യാം എന്നൊക്കെ ചിന്തിക്കുന്നത്. അങ്ങനെ പാടില്ല. അപ്പം ആദ്യം പറഞ്ഞ നിയമത്തിന് ഒരു ടൈം ലിമിറ്റ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് നസ്ഖ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, അപ്പം ഇതാണ് 3 കണ്ടീഷൻസ് ഒരു കാര്യത്തിന് നസ്ഖ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വേറെ ഉള്ള ഒരു നിയമം എന്ന് വെച്ചാൽ, നസ്ഖ് എന്ന് പറയുന്നത് നിയമങ്ങൾ, അതായത് ഇസ്ലാമിലെ ശരീഅത്ത് നിയമങ്ങൾക്ക് മാത്രമേ ബാധകമായിട്ടുള്ളൂ. അല്ലാതെ എന്താണ് ഒരു ഖുറാനിൽ ഉപയോഗിച്ചിരിക്കുന്ന എന്തെങ്കിലും പ്രവാചകന്മാരുടെ കഥകള് ആ സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ഖൗമിന്റെ എന്തെങ്കിലും എക്സ്പ്ലനേഷന്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫാത്തുകള്, പിന്നെ എന്തെങ്കിലും അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്ന എന്തെങ്കിലും ഉപമകള്, പരലോകത്തെ കുറിച്ചുള്ള എന്തെങ്കിലും വിശദീകരണങ്ങൾ, അത്തരം കാര്യങ്ങളിലൊന്നും നസ്ഖ് വരൂല. ഓക്കെ, നസ്ഖ് നിയമങ്ങളിൽ മാത്രം, നമ്മൾക്ക് മനുഷ്യന്മാരുടെ മേൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ നിയമങ്ങളിൽ മാത്രമാണ് നസ്ഖ് വരിക. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രോമിസുകൾ ഉണ്ടാവും അല്ലെ, ഞാൻ നിങ്ങൾക്ക് ഇന്നത് വാഗ്ദാനം ചെയ്യുന്നു, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മുന്നറിയിപ്പുകൾ ഉണ്ടാവും, ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നരകം ഉറപ്പാണ്. ഈ കാര്യത്തിലൊന്നും നസ്ഖ് ഉണ്ടാവില്ല. കാരണം അള്ളാഹുവിന്റെ വാക്ക് മാറ്റൂല അല്ലെ, അള്ളാഹുവിന്റെ പ്രോമിസ് ഒരിക്കലും മാറ്റൂല, അള്ളാഹു നമുക്ക് തന്ന വാഗ്ദാനം ഒരിക്കലും മാറ്റൂല. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വിശ്വാസികൾക്ക് അവർക്ക് സ്വർഗത്തിൽ പൂന്തോപ്പുണ്ട്, അല്ലെങ്കിൽ സ്വർഗം ഉണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഒരു ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ അവർക്ക് സ്വർഗത്തിൽ കാണാം എന്ന് പറഞ്ഞിട്ടുണ്ട്.
ഓക്കെ. അതുകൊണ്ട് ഈ രണ്ടാമത് പറഞ്ഞത് ആദ്യം പറഞ്ഞതിനെ ക്യാൻസൽ ചെയ്യൊന്നുമില്ല. ഇതിന്റെ അർത്ഥം എന്താണ്? ഇത് രണ്ടും നടക്കുന്നുള്ളതാണ്. അതായത് അള്ളാഹു സുബ്ഹാനഹു തആല വിശ്വാസികൾക്ക് സ്വർഗം കൊടുക്കുകയും ചെയ്യും, അവർക്ക് അള്ളാഹുവിനെ കാണാൻ പറ്റുകയും ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അള്ളാഹുവിന്റെ പ്രോമിസ്, ഗൈബായിട്ടുള്ള കാര്യങ്ങൾ, അള്ളാഹുവിന്റെ എന്താണ് വാണിങ്ങുകൾ, മുന്നറിയിപ്പുകൾ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സിഫത്തുകൾ, പിന്നെ പൂർവ്വകാല കഥകള്, ഹിസ്റ്ററി, ചരിത്രങ്ങള്, ഉപമകള്, പരലോകത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ നമ്മുടെ ഗൈബായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ, ഇതിനകത്തൊന്നും നസ്ഖ് സംഭവിക്കൂല. നസ്ഖ് ശരിഅ നിയമങ്ങളിലാണ് സംഭവിക്കുക. വേറെ ഒരു കാര്യം കൂടെ ഉള്ള എന്താന്ന് വെച്ചാൽ, നമുക്ക് കാലങ്ങളായിട്ട് ഇപ്പം നമസ്കാരം, നോമ്പ്, ജക്കാത്ത്, ഹജ്ജ്, ഓക്കെ, ഇത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ദീനിന്റെ അത് ഏത് പ്രവാചകൻ കൊണ്ടുവന്ന മെസ്സേജ് ആണെങ്കിലും ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ദീനിന്റെ ബേസിക് ഇബാദത്തുകളാണ്. ഓക്കെ, ഇതൊക്കെയാണ് ഇബാദത്ത്. അതേപോലെ കൊലപാതകം, സിന അതായത് വ്യഭിചാരം, ചതി, കളവ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ്? തെറ്റായ കാര്യങ്ങളുമാണ്. അത് ഏത് പ്രവാചകന്മാർ വന്നാലും. അപ്പം ഇത്തരം ബേസിക് കാര്യങ്ങളിൽ നസ്ഖ് വരൂല. ഓക്കെ, അത് എപ്പോഴും നമസ്കാരം, നോമ്പ്, സകാത്ത് ഒക്കെ അത് അങ്ങനെ തന്നെ തുടരും. അതേപോലെ ഈ മോശപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിലും, അതായത് ബേസിക് പ്രിൻസിപ്പിൾസ് ഒന്നിലും ഒരു മാറ്റമില്ല. നസ്ഖ് എന്തിലാ വരാന്ന് വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന ഒരു ഈവൻ ഇബാദത്തിന്റെ കാര്യത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു രീതിയിലുള്ള ഒരു വ്യത്യാസം, ഒരു ഫോർമാറ്റിലുള്ള വ്യത്യാസം. ചിലപ്പം 2 എന്നുള്ളത് 4 എന്നായിട്ട് വരും, അല്ലെങ്കിൽ 1 ചെയ്യണം എന്നുള്ളത് ഏതെങ്കിലും ചെയ്യേണ്ട എന്നായിട്ട് വരും. ഓക്കെ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നുള്ളത് അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വരും. അപ്പം അതിന്റെ രീതിയിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള നിയമം, അതായത് മനുഷ്യർ തമ്മിലുള്ള ഇടപെടലുകളുടെ എന്തെങ്കിലും നിയമങ്ങൾ, ഇപ്പൊ സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ, അങ്ങനെയുള്ള ഇടപെടലുകളുടെ നിയമങ്ങൾ, ഇതിലാണ് നസ്ഖ് വരിക. പരമാവധി ഡീറ്റെയിൽസ് ഞാൻ തരാണ്, നിങ്ങൾക്ക് പറ്റുന്നത് പിക്ക് ചെയ്താൽ മതി. ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, ഇത് ഓവർലോഡ് ഓഫ് ഇൻഫർമേഷൻ ആണ്. പറ്റുന്നത് എടുക്കുക, അല്ലെങ്കിൽ അങ്ങ് വിട്ടേക്കുക. ഇൻഷാ അല്ലാഹ്. ഇനി എങ്ങനെയാണ് നസ്ഖിനെ കുറിച്ച് അറിയുന്നത്? ഇത് ആക്ച്വലി എനിക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയതാണ്. മാഷാ അല്ലാഹ്, ഒരു സഹോദരി ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് നസ്ഖാണെന്ന് തീരുമാനിക്കുന്നത്? ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതെങ്ങനെയാണ് അത് നസ്ഖായി എന്ന് തീരുമാനിക്കുന്നത്? അപ്പം അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. സത്യം പറയുകയാണെങ്കിൽ നസ്ഖ് എന്ന കാര്യത്തിനെ കുറിച്ചുള്ള അറിവ് പ്രത്യേകിച്ച് ഫിഖ്ഹി പണ്ഡിതന്മാർക്ക്, ശരിയാ നിയമങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് അവരാണ് അല്ലെ, ഇസ്ലാമിക നിയമങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന പണ്ഡിതന്മാർക്കും തഫ്സീർ പണ്ഡിതന്മാർക്കും, അതായത് ഖുർആന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന പണ്ഡിതന്മാർക്കും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം അവർക്ക് അത് രണ്ടും അറിയില്ല എന്നുണ്ടെങ്കിൽ അവർ ഖുർആന്റെ തഫ്സീറിന് കൊടുക്കുന്ന വിശദീകരണത്തിൽ തെറ്റുകൾ സംഭവിച്ചേക്കാം. കാരണം ഈ ഒരു ആയത്ത് മറ്റേ ആയത്തിനെ നസ്ഖ് ചെയ്യുന്നു എന്ന് അറിയാത്ത ഒരു തഫ്സീർ പണ്ഡിതൻ അതിന് വിശദീകരണം കൊടുക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് അല്ലെ, ഖുർആനെ തന്നെ മിസ്ഇന്റർപ്രറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ വരും. അതേപോലെ തന്നെ ഫിഖ്ഹി പണ്ഡിതന്മാർക്ക്, കാരണം അവരാണ് നിയമങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെ, ആളുകൾ ചോദിക്കുമ്പോൾ അത് ഏതൊക്കെയാണ് ക്യാൻസൽ ചെയ്തത്, ഏതൊക്കെയാണ് വാലിഡ് ആയിട്ടുള്ളത് എന്ന് അവർക്ക് അറിയണം, അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിപ്പോകും. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഇത് അറിയൽ എന്താണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു എക്സ്ട്രാ ബെനിഫിറ്റ് മാത്രമാണ്. പറ്റുന്നവരെടുത്താൽ മതി. ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചും സംശയിച്ചും ഒന്നും ആരും അതിന്റെ പുറകെ പോകുന്നു വേണ്ട, പറ്റുന്നത് മാത്രം എടുത്തിട്ട് പോവാം. ഓക്കെ, അപ്പം ഇത്തരത്തിൽ നസ്ഖ് നിയമങ്ങൾ അറിയില്ല എന്നുണ്ടെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു തആല മാറ്റിയ നിയമങ്ങൾ അറിയില്ല എന്നുണ്ടെങ്കിൽ അവർ ഒരു പക്ഷേ ഹറാമിൽ ചെന്ന് പെടാൻ, കാരണം അവർ കാരണം മറ്റുള്ളവരെയും ഹറാമിൽ എത്തിക്കാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെ. കാരണം ഫിഖ്ഹി പണ്ഡിതന്മാർക്കും തഫ്സീർ പണ്ഡിതന്മാർക്കും ഇത് അറിയില്ല എന്നുണ്ടെങ്കിൽ അവര് തെറ്റായ നിയമങ്ങൾ, ഹറാമായ അള്ളാഹു ക്യാൻസൽ ഔട്ട് ചെയ്ത നിയമങ്ങൾ ശരിയാന്ന് വിചാരിച്ചെടുക്കുകയും അത് അവരെ എടുക്കും മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് അറിവ് ഭയങ്കര നിർബന്ധമാണ്. അലി റളിയല്ലാഹു അൻഹു ഒരിക്കലും ഒരു ജഡ്ജ്, ഓക്കെ, ഒരു ഇസ്ലാമിക നിയമം വിധിക്കുന്ന ഒരു ജഡ്ജിന്റെ അടുത്ത് കൂടെ പോകുമ്പം അയാളുടെ അടുത്ത് ചോദിക്കും, നിനക്ക് അറിയോ ഏതൊക്കെ നിയമങ്ങളിലാണ് നസ്ഖ് നടന്നിട്ടുള്ളത് എന്ന്. അപ്പം അയാൾ പറയും ഇല്ല. അപ്പൊ അലി റളിയല്ലാഹു അൻഹു പറയും, നീ നശിച്ചിരിക്കുന്നു, നീ മറ്റുള്ളവരെയും നശിപ്പിച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഇമാമ സുയൂത്തി അദ്ദേഹത്തിന്റെ അൽ ഇത്ഖാൻ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഒരു ജഡ്ജ് ആണെന്നുണ്ടെങ്കിൽ, ഒരു ഹുക്മ് നിർവഹിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്താണ് നസ്ഖ് അറിഞ്ഞിരിക്കല് നിർബന്ധമാണ്, അല്ലെങ്കിൽ അയാൾ മറ്റുള്ളവരെയും കൂടെ വഴികേടിലാക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ജഡ്ജ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കുക, നമ്മളൊന്നും ബാധിക്കുന്ന കാര്യമല്ലല്ലോ അല്ലെ, പ്രത്യേകിച്ച് ഇന്നത്തെ
ഇന്നത്തെ കാലത്ത് ഇസ്ലാമിക് ഒരു വിധി എന്നുള്ള സംഭവം ഇല്ല തന്നെ അല്ലേ. പക്ഷെ നമ്മളൊക്കെ സമൂഹങ്ങളിൽ സുബ്ഹാനല്ലാഹ് പല പല പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മൾ മീഡിയേറ്റേഴ്സിനെ കൊണ്ടുവരാറുണ്ട് സംസാരിക്കാനൊക്കെ അല്ലേ. കുടുംബ പ്രശ്നമാണെങ്കിലും സ്വത്തിന്റെ പ്രശ്നമാണെങ്കിലും ദാമ്പത്യ പ്രശ്നങ്ങളാണെങ്കിലും ഒക്കെ ഒരു രണ്ട് കൂട്ടരെയും വിളിച്ചിരുത്തി സംസാരിപ്പിക്കുന്ന. നമുക്കറിയാം ഏകദേശം 99% അറിവില്ലാത്തവരാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുബ്ഹാനല്ലാഹ് അല്ലെ, പലപ്പോഴും വളരെ മോശപ്പെട്ട ഒരു തരത്തിലുള്ള നീതിയില്ലാത്ത, ഒരു തരത്തിലും ഖുർആനും ഹദീസുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിന് സപ്പോർട്ട് കൊടുത്ത് അല്ലെങ്കിൽ പണവും അധികാരവും ഉള്ളവർക്ക് സപ്പോർട്ട് കൊടുത്തിട്ടൊക്കെയാണ് നിയമങ്ങൾ നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത്, നമ്മൾ വിചാരിക്കും ഇത് കേൾക്കുമ്പോൾ പക്ഷേ ഇത്രയും കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങളൊന്നും എനിക്ക് അറിയണ്ട, എന്തിനാ ഇതൊക്കെ പഠിക്കുന്നത് നമുക്ക് തോന്നിയേക്കാം. പക്ഷെ ഇത്തരം കാര്യങ്ങൾ ഇത്രയും നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ, നമുക്ക് പറ്റിയില്ലെങ്കിൽ, നമ്മുടെ പ്രായം കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്കെങ്കിലും ഇതൊക്കെ അറിയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ് ഭയങ്കര വ്യത്യാസമായിരിക്കും സമൂഹത്തിൽ. കാരണം നമ്മുടെ ദീൻ എന്ന് പറയുന്നത്, അതിന്റെ നിയമങ്ങൾ എന്ന് പറയുന്നത് അത്രക്ക് ഭംഗിയുള്ള കാര്യങ്ങളാണ്, അത്രക്ക് ലോജിക്കലാണ്, അത്രക്ക് ഈസിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാരുണ്യത്തിന് വേണ്ടി ഇറക്കിയിട്ടുള്ളതാണ് എല്ലാം. കാരണം നമ്മൾ ബഖറയിൽ ആയത്തിൽ അതാ കണ്ടതിൽ, അള്ളാഹു നസ്ഖ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അതിനേക്കാൾ ഹൈറായത് ഒന്ന് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അതിന് ഈക്വൽ ആയതൊന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അല്ലാതെ നിങ്ങൾക്ക് വിഷമിപ്പിക്കാനുള്ളതല്ല. അപ്പം അതൊന്നും അറിയാത്ത ആളുകളാണ് മിക്കവാറും നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ ജഡ്ജായിട്ടൊക്കെ ഇരിക്കുന്നത് അല്ലെ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖൗമിന് ശരിയായ ഇൽമ് പകർന്നു കൊടുത്ത് ആ ശരിയായ ഇൽമിനനുസരിച്ച് ജീവിക്കാനും അതിനനുസരിച്ച് വിധി പറയാനും ഒക്കെയുള്ള തൗഫീക്ക് നമുക്കും നമ്മുടെ വരുന്ന തലമുറകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കട്ടെ. ആമീൻ. അപ്പം ഇങ്ങനെയൊക്കെയാണ് എന്താണ് നസ്ഖിനെ കുറിച്ച്, അതായത് നസ്ഖിനെ കുറിച്ചുള്ള അറിവിന്റെ ഇമ്പോർട്ടൻസ്. എന്നാൽ തന്നെയും വളരെ ചുരുക്കം വിരലിലെണ്ണാവുന്ന നിയമങ്ങളെ നസ്ഖ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. ഓക്കെ, അതുകൊണ്ട് അത് ഒരു ഭയങ്കര വലിയൊരു ഏരിയ ആണെന്നൊന്നും വിചാരിക്കാനില്ല. വളരെ കുറച്ച് നിയമങ്ങളെ ഇത്തരത്തിലുള്ളൂ. പക്ഷേ സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണമായി അല്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല പല രീതിയിലും പരീക്ഷണത്തിന് വേണ്ടി തന്നതായേക്കാം. നിങ്ങൾ അത് അറിയാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള ഒരു പരീക്ഷണമായേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അതിന്റെ പിന്നാലെ കൺഫ്യൂഷനായി ഈമാൻ നഷ്ടപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതിന്റെ പരീക്ഷണമായേക്കാം. എന്തും അല്ലാഹു അഅലം. ഓക്കെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ശരിയായ വഴി കാണിച്ചു തരട്ടെ ഏതൊരു കാര്യത്തിലാണെങ്കിലും. ആമീൻ. അള്ളാഹുവിന്റെ ഹിദായത്ത് നിലനിർത്തി തരട്ടെ. അപ്പം എങ്ങനെയൊക്കെയാണ് നസ്ഖ് അറിയുക എന്നുള്ളത്. ഓക്കെ, ഏറ്റവും ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നസ്ഖ് അറിയാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നോ അദ്ദേഹത്തിന്റെ സ്വഹാബിമാരിൽ നിന്നോ ഉള്ള ക്ലിയർ ആയിട്ടുള്ള വാക്കുകളോട് കൂടിയിട്ടുള്ള ഒരു ഹദീസ് ആണ് നസ്ഖിന്റെ ഒന്നാമത്തെ സോഴ്സ്. നസ്ഖ് ആണെന്ന് അറിയാനുള്ള ഒന്നാമത്തെ സോഴ്സ് എന്ന് പറയുന്നത് ഇത്തരത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നോ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചെയിൻ ഉള്ള സഹാബിമാരുടേതായ ഏതെങ്കിലും ക്ലിയർ വാക്കുകളുള്ള ഹദീസോ ഉണ്ടെങ്കിലേ അതിനെ നസ്ഖായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. അതിനൊരു ഉദാഹരണം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട്. ബുറൈദ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത, മുസ്ലിം, അബൂദാവൂദ്, നസായി, അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ മുൻപ് ഖബറുകൾ വിസിറ്റ് ചെയ്യുന്നത്, നിങ്ങളെ സന്ദർശിക്കുന്നതിൽ നിന്ന് ഞാൻ നിങ്ങളെ വിലക്കിയിരുന്നു. പക്ഷെ ഇപ്പോ നിങ്ങളത് സന്ദർശിക്കുക തന്നെ വേണം. കാരണം അത് എന്താണ്, മരണത്തിന് ഒരു നല്ല ഓർമ്മപ്പെടുത്തലാണ്. ഓക്കെ, ഇത് ഒരു ഹദീസാണ്. സഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ്. അതുപോലെ അബൂദാവൂദും നസായിയും അഹ്മദും ഒക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇവിടെ എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു കാര്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ എന്താണ് ക്യാൻസൽ ഔട്ട് ചെയ്യണം. അപ്പം ഇത്തരത്തിലുള്ള ഒരു ഹദീസ് ക്ലിയർ ആയിട്ട് സ്വഹീഹായിട്ട് സ്വീകാര്യമായിട്ടുള്ള ഒരു ഹദീസാണ് ഒന്നാമത്തെ സോഴ്സ്. അതായത് നസ്ഖ് എന്താണെന്ന്, എങ്ങനെയാണെന്ന്, അല്ലെങ്കിൽ ഇന്നത് നസ്ഖ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയാനുള്ള സോഴ്സ്. ഇനി രണ്ടാമത്തെ സോഴ്സ് എന്ന് പറയുന്നത് ആദ്യകാല മുസ്ലിം പണ്ഡിതന്മാരുടെ ഇടയിലുള്ള ഐക്യകണ്ഠേനയുള്ള ഒരു എഗ്രിമെന്റ്, യുനാനിമസ് എഗ്രിമെന്റ്, അവരുടെ ഇടയിലുള്ള യുനാനിമസ് എഗ്രിമെന്റ്. അത് എന്തിന്റെ മേലാണ് എഗ്രിമെന്റ് എന്ന് വെച്ചാല്, അതായത് ആദ്യം വന്ന നിയമം, രണ്ടാമത് വന്ന നിയമം. ഓക്കെ, അതായത് റീപ്ലേസ് ചെയ്യപ്പെട്ട നിയമവും റീപ്ലേസ് ചെയ്യുന്ന നിയമവും, നാസിഖ് വൽ മൻസൂഖ് എന്നാ പറയാ. ഓക്കെ, റീപ്ലേസ് ചെയ്ത നിയമം, റീപ്ലേസ് ചെയ്യപ്പെട്ട നിയമം, ഇത് രണ്ടിന്റെ കാര്യത്തിലും പണ്ഡിതന്മാരുടെ ഇടയിൽ ഐക്യകണ്ഠേനയുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ടാവണം. ഒരു കൺഫ്യൂഷൻ ഇല്ലാത്ത, ഒരു ഇജ്മാ ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് അവരുടെ ഇടയിൽ ഉണ്ടായിരിക്കണം. ഈ എഗ്രിമെന്റ് എന്ന് പറയുന്നത് അതായത് നസ്ഖ് ചെയ്യപ്പെട്ടു എന്നാണ്
അല്ലാതെ അവര് ഒന്നിച്ച് കൂടിയിരുന്ന് തീരുമാനിക്കുകയല്ല, ഓക്കെ ഇന്ന നിയമം ഇന്ന റൂള് നമുക്ക് നസ്ഖ് ചെയ്യാം, അങ്ങനെയല്ല. പകരം ഓക്കെ ഇന്ന റൂളിനെ ഇന്ന റൂള് വെച്ച് നസ്ഖ് ചെയ്തിട്ടുണ്ട് എന്ന് തെളിവുകൾ പ്രകാരം അവര് തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ട് ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുള്ളതായിരിക്കണം. ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിനകത്ത് പറയുന്നുണ്ട്, മൻ ശരിബൽ ഖംറ ഫജ്ലിദൂഹു സുമ്മ ഇൻ ശരിബ ഫജ്ലിദൂഹു സുമ്മ ഇൻ ശരിബ ഫജ്ലിദൂഹു സുമ്മ ഇൻ ശരിബ ഫഖ്തുലൂഹു. ഓക്കെ, ആര് ഹംറ് ഓക്കെ മദ്യപാനം ചെയ്യുന്നുവോ അവനെ കണ്ടു കഴിഞ്ഞാൽ നീ അവനെ ചാട്ടവാറ കൊണ്ട് അടിക്കുക. രണ്ടാമത്തെ പ്രാവശ്യം കണ്ടാലും ചാട്ടവാറ കൊണ്ട് അടിക്കുക, മൂന്നാമത്തെ പ്രാവശ്യം കണ്ടാലും ചാട്ടവാറ കൊണ്ട് അടിക്കുക, നാലാമത്തെ പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ അവനെ കൊന്നുകളയുക. സുബ്ഹാനല്ലാഹ്. ഇത് അഹ്മദും അബൂദാവൂദും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, അൽബാനി സ്വഹീഹാക്കിയിട്ടുള്ള ഹദീസാണ്. എന്നാൽ സഹാബിമാര് ഈ ഒരു കാര്യത്തിൽ അവരുടെ ഇടയിൽ യുനാനിമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഐക്യകണ്ഠേനമായിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ട്. എന്താണ്, ഒരു തീരുമാനം അല്ലെങ്കിൽ എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. നാലാമത്തെ പ്രാവശ്യം കുടിക്കുന്നത് കണ്ട കൊല്ലണം എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഇല്ല. ഓക്കെ, എന്നാൽ ഈ ഒരു എഗ്രിമെന്റ് അവർ സ്വന്തമായിട്ട് എത്തിയതൊന്നുമല്ല. ഓക്കെ, നമുക്ക് അങ്ങ് കൂടിയെന്ന് തീരുമാനിക്കാം. നാലാമത്തെ നിയമം, അതായത് ഒരാള് 3 പ്രാവശ്യം കുടിക്കുന്ന കണ്ട അടിച്ചിട്ട് നാലാമത്തെ പ്രാവശ്യം അയാളെ കൊന്നു കളയാം എന്നുള്ള നിയമം വേണ്ട എന്ന് വെക്കാൻ അവര് തീരുമാനിച്ചതല്ല. പകരം എന്താണ്, അതിനുള്ള തെളിവുകൾ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഈ ഒരു നിയമം എടുത്തു കളഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അവരുടെ ഇടയിൽ എന്താണ് തെളിവ് വെച്ചിട്ട് അവർക്ക് അറിഞ്ഞത് കൊണ്ടും ആ തെളിവ് വെച്ച് അവർ തമ്മിൽ ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചത് കൊണ്ടുമാണ് ഈ നാലാമത്തെ നിയമം എടുത്തു കളഞ്ഞത്, അല്ലാതെ അവർ തമ്മിൽ തീരുമാനിച്ചതല്ല. അപ്പം തെളിവുകൾ ഉണ്ടായാൽ മാത്രം പോരാ, ഈ തെളിവുകൾ ആദ്യകാല പണ്ഡിതന്മാര് സഹാബിമാര് കൂടിയിരുന്ന ഇജ്മാ ചെയ്ത് അവർ ഐക്യകണ്ഠേന തീരുമാനിച്ചതായിരിക്കണം. ഓക്കെ, ഈ ഒരു കാര്യത്തിന്റെ കുറിച്ച് എക്സ്പ്ലനേഷൻസ് തിർമിദി റിപ്പോർട്ട് ചെയ്ത അൽ ഇല്ലൽ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞത് ഒന്നാമത്തെ നിയമം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സഹാബിമാരിൽ നിന്നും വ്യക്തമായ വാക്കുകളോടുള്ള കൂടിയുള്ള ഒരു ഹദീസ്. രണ്ടാമത് പഴയ നിയമത്തെക്കുറിച്ചും അതിൽ മാറ്റം വരുത്താൻ കൊണ്ടുവരുന്ന പുതിയ നിയമത്തെക്കുറിച്ചും മുസ്ലിം പണ്ഡിതന്മാരുടെ ഇടയിൽ ഐക്യകണ്ഠേനയുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം. ഇനി മൂന്നാമത്തെ നിയമം, മൂന്നാമത്തെ കണ്ടീഷൻ അല്ലെങ്കിൽ മൂന്നാമത്തെ സോഴ്സ് എന്താന്ന് വെച്ചാൽ വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു ചരിത്രം, അവർക്ക് ആ ചരിത്രത്തിൽ പ്രയോഗത്തിൽ വരുത്തിയിരുന്ന ഒരു നിയമം. അത് എന്താണ്, അങ്ങനെയാണ് കാലങ്ങളായിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്, അത് വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ പിന്നെ വന്ന ഒരു നിയമം അതിനെ നേരെ ഓപ്പോസിറ്റ് കോൺട്രഡിക്ടറി ആയിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പം അതിനെ നസ്ഖ് ചെയ്യാനുള്ള അധികാരമുണ്ട്. പക്ഷെ ഇത് എന്തായിരിക്കണം, തെളിവോട് കൂടിയുള്ളതായിരിക്കണം. എക്സാമ്പിൾ വെച്ച് പറയാം, അപ്പോഴേ മനസ്സിലാവുള്ളൂ. ഷദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് ഇത് എപ്പോഴാന്ന് വെച്ചാൽ ഹിജ്റ 8-ാം വർഷം മക്ക ഫത്ഹിന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ടൊരു ഹദീസ് ഉണ്ട്. എന്താണ്, കപ്പ് ചെയ്യുന്ന ആളും കപ്പ് ചെയ്യപ്പെടുന്ന ആളും, ഓക്കെ കപ്പിങ് അറിയാലോ അല്ലെ, ഹിജാമ ചെയ്യുന്ന ആളും ചെയ്യപ്പെടുന്ന ആളും രണ്ടാളും അവരുടെ നോമ്പ് മുറിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് മക്ക ഫത്ഹ് മക്കന്റെ കൊല്ലം എന്ന് പറയുന്നത് ഏകദേശം ഹിജ്റ 8-ാം വർഷം. ഓക്കെ, ഒരു നിയമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഹദീസിനകത്തുണ്ട്. അബൂദാവൂദ്, തിർമിദി, ഇബ്നു മാജ, അഹ്മദ് ഒക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. അൽബാനി സ്വഹീഹാക്കിയ ഒരു ഹദീസാണ്. എന്നാൽ ഏകദേശം ഹിജ്റ 10-ാം വർഷം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതായിട്ട് ഒരു ഹദീസ് ഉണ്ട്. എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്റാമിലായിരുന്നപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിലായിരുന്നപ്പം കപ്പ് ചെയ്തിട്ടുണ്ട്, ഹിജാമ ചെയ്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അതായത് ഹിജ്റ 8-ാം വർഷത്തില് എന്താണ് സ്വഹീഹായ റിപ്പോർട്ട് പ്രകാരം ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നിയമപ്രകാരം ഉണ്ടായിരുന്ന ഒരു കാര്യം ഹിജ്റ 10-ാം വർഷത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവൃത്തി അല്ലെങ്കിൽ അതിനെ ക്യാൻസൽ ഔട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു കാര്യം ചെയ്തതായിട്ട് വേറൊരു റിപ്പോർട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ, അതായത് ആദ്യം ഇങ്ങനെയായിരുന്നു പിന്നീട് ഇങ്ങനെ ആയിരുന്നു എന്ന് തെളിവുകളോട് കൂടി വരികയാണെങ്കിൽ അതിനെ നസ്ഖ് ചെയ്യാനുള്ള എന്താണ് ഒരു അറിവിനുള്ള സോഴ്സ് ആയിട്ട് എടുക്കപ്പെടുന്നുണ്ട്.
ഓക്കെ, അപ്പം ഇത്തരത്തിലുള്ള 3 കണ്ടീഷൻസ് ആണ് നസ്ഖ് ആണോ അല്ലേ എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി നസ്ഖിനെ ഒരിക്കലും ഇജ്തിഹാദ് കൊണ്ട് തീരുമാനിക്കാൻ പറ്റില്ല. ഇജ്തിഹാദ് എന്ന് വെച്ചാൽ നമ്മൾ ഫിഖിന് തന്നെ കുറേ സ്റ്റേജസ് ഉണ്ട്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു നിയമം അത് അങ്ങനെയാണോ ചെയ്യുക ഇങ്ങനെയാണോ ചെയ്യുക എന്ന് പറയുമ്പോൾ പണ്ഡിതന്മാർ ഒരു ആൻസർ തരും അല്ലേ. നമ്മൾ വിചാരിക്കുന്നത് ഇത് ഭയങ്കര ഈസി ആയിട്ട് എവിടെയോ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ദീനിൽ ഫിഖി റൂളുകൾ കൊണ്ടുവരാൻ കുറേ സ്റ്റെപ്പുകൾ ഉണ്ട്. അതിലേറ്റവും ആദ്യം അതിനെക്കുറിച്ച് ഖുർആനിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നോക്കും. 2, ഹദീസിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നോക്കും. ഇത് തമ്മിൽ കോൺട്രഡിക്ഷൻ ഉണ്ടോ, അതായത് ഓപ്പോസിറ്റ് കാര്യമാണോ നോക്കും. അതിനെ എന്താ ടാലി ചെയ്യേണ്ടടുത്ത് ടാലി ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൽ രണ്ടിലും ഇല്ല, ഖുർആനിലും ഹദീസിലും ഇല്ലാന്നുണ്ടെങ്കിൽ ഇജ്മാ നോക്കും. അത് പണ്ഡിതന്മാരുടെ ഐക്യകണ്ഠേനുള്ള അഭിപ്രായം, അതായത് ആ ഒരു സമയത്തെ സ്വഹാബിമാരുടെ അല്ലെങ്കിൽ ആദ്യകാല പണ്ഡിതന്മാരുടെ അഭിപ്രായം നോക്കും. ഇതും കഴിഞ്ഞിട്ട് വരുന്ന 1-2 കാര്യങ്ങളാണ് ഇജ്തിഹാദ്, ഖിയാസ്, ഉർഫ് എന്നൊക്കെ പറയുന്നത്. ഇജ്തിഹാദ് എന്ന് പറയുമ്പോൾ ക്ലിയർ ആയിട്ട് എവിടെയും തെളിവുകളില്ല. അപ്പം പണ്ഡിതന്മാർ എന്ത് ചെയ്യും, അത് പണ്ഡിതന്മാർ എന്ന് വെച്ചാൽ എല്ലാ പണ്ഡിതന്മാർക്കും ചെയ്യാൻ പറ്റില്ല. ഫിഖ് പഠിച്ച പണ്ഡിതന്മാർ തന്നെ ചെയ്യണം. ഓക്കെ, ഫിഖ് പഠിച്ച പണ്ഡിതന്മാർക്കേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അവര് എന്ത് ചെയ്യും, ഇജ്തിഹാദ് ചെയ്യും. ഇജ്തിഹാദ് ചെയ്യാന്ന് വെച്ചാൽ ഏതെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു റൂൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. അതിൽ ലോജിക്കൽ റീസണിങ് ചെയ്തിട്ട് ഈ ഒരു പ്രശ്നം ചിലപ്പം ഇന്നത്തെ കാലത്ത് ഉണ്ടായതായിരിക്കും, അന്ന് ഇത് ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലെ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയമത്തിന്റെ ഒരു പ്രത്യേകത എന്താണ്, അത് യൂണിവേഴ്സൽ ആണ്, എറ്റേണൽ ആണ്, എല്ലാ കാലഘട്ടത്തേക്കും ഉള്ളതാണ്, എല്ലാ സമൂഹത്തിനും ഉള്ളതാണ്. അപ്പം ചിലപ്പം ഈ ഒരു സിറ്റുവേഷൻ അന്ന് ഉണ്ടായിട്ടുണ്ടാവില്ല, ഖുർആനിലും ഹദീസിനകത്തും അത് വന്നിട്ടുണ്ടാവില്ല, ഇജ്മായിൽ പോലും വന്നിട്ടുണ്ടാവില്ല, പുതിയൊരു സിറ്റുവേഷൻ ആണ്. അപ്പം അവരെങ്ങനെ അതിനൊരു റൂള് കൊണ്ടുവരുന്നത്, ഖുർആനിലും ഹദീസിലും നോക്കി ഇജ്മായിലും ഇല്ലാന്നുണ്ടെങ്കിൽ അവര് അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു റൂൾ എടുത്തിട്ട് അതിൽ ലോജിക്കൽ റീസണിങ് ചെയ്തിട്ടാണ് ഒരു ഫിഖി പണ്ഡിതൻ ഒരു പുതിയ റൂള് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ആ റൂള് തെറ്റാനും ശരിയാവാനും സാധ്യതയുണ്ട്. എപ്പോഴും നിങ്ങൾ ഇതൊന്നും ഈ നസ്ഖിന്റെ ഭാഗമേ അല്ല, നിങ്ങൾ എല്ലാവരും അതുപോലെയുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നവരായതുകൊണ്ട് പറയാണ്. നമ്മൾ പലരിടത്തും പല കാര്യങ്ങളും ചെന്ന് ചോദിച്ചിട്ട് ആൻസേഴ്സ് നമുക്ക് കിട്ടാറുണ്ട് അല്ലെ. അതെങ്ങനെയാ ചെയ്യേണ്ടത്, ഇതിങ്ങനെയാ ചെയ്യേണ്ടത്, അത് ശരിയാണോ ഇത് തെറ്റാണോ എന്നൊക്കെ. അപ്പൊ നമ്മൾ തന്നെ പറയും, അന്ന് അവർ അതാണല്ലോ പറഞ്ഞത്, ഇന്ന് ഇവർ ഇതാണല്ലോ പറയുന്നത്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, അത് അവര് സുബ്ഹാനല്ലാഹ് അതിനുള്ള പ്രതിഫലം അവർക്കാണ്. അതായത് ഒരു ഫിഖി പണ്ഡിതൻ, ഒരു ഫാഖിഹ്, അദ്ദേഹത്തിന്റെ ഇൽമിന്റെ പരമാവധി ഉപയോഗിച്ച് ഒരു കാര്യത്തിൽ ഇതുപോലെ ഒരു ഫിഖ് റൂള് ഡിറൈവ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓക്കെ, അത് ശരിയാണെങ്കിൽ അയാൾക്ക് 2 പ്രതിഫലം, തെറ്റാണെങ്കിൽ അയാൾക്ക് 1 പ്രതിഫലം. അയാൾ ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അല്ലെ. അപ്പൊ തെറ്റിപ്പോയാൽ എന്നാണ്, തെറ്റാണെങ്കിൽ നല്ല തെറ്റിപ്പോയാൽ, ആത്മാർത്ഥമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് തെറ്റിപ്പോവാനേ ചാൻസ് ഉള്ളൂ, തെറ്റിക്കാൻ ചാൻസ് ഇല്ല അല്ലെ. അയാളുടെ മനസ്സിലെ ഇന്റൻഷൻ അത് തെറ്റിച്ച് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണെങ്കിൽ അത് അയാളും അള്ളാഹും തമ്മില. ഈ കേൾക്കുന്ന നമ്മൾക്ക് ഒന്നും ചെയ്യാനില്ല. ഓക്കെ, അപ്പം ഫിഖ് നിയമങ്ങൾ കേൾക്കുമ്പോൾ എപ്പോഴും എനിക്ക് അള്ളാഹുവിന്റെ അടുത്ത് ആദ്യം ചോദിച്ചിട്ട് നമ്മൾ മനുഷ്യന്മാരുടെ അടുത്ത് ചോദിക്കുക. എന്നിട്ട് കിട്ടുന്നത് നമുക്ക് ഓക്കെ ആണെങ്കിൽ എടുക്കുക, അതും റബ്ബിന്റെ അടുത്ത് പറഞ്ഞ് ഏൽപ്പിക്കുക. ചിലപ്പം അത് തെറ്റാൻ ചാൻസ് ഉണ്ട്, എന്നാലും നമുക്കൊരു ഫിഖ് പണ്ഡിതൻ അല്ലെങ്കിൽ അവർ വഴി വേറെ ആരെങ്കിലും പറഞ്ഞു തന്ന് എത്തിയതാണെങ്കിൽ നമുക്കത് ഓക്കെ ആണെങ്കിൽ നമുക്ക് എടുക്കാം. അത് നിയമം ഇനി തെറ്റാണെങ്കിൽ പോലും നമ്മളുടെ മേലിൽ ഒരു ബ്ലെയിമും ഇല്ല. കാരണം ഇത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റൂല. ഓക്കെ, കുറച്ചധികം വിവരം വേണ്ടിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള സ്പെഷ്യൽ ബ്രാഞ്ചസ് ഒക്കെ എല്ലാ മനുഷ്യന്മാരും പഠിക്കണം എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്, അത് അള്ളാഹിന്റെ എന്ത് വലിയ കാരുണ്യ. ഇപ്പം നമ്മളുടെ ഇൻഹെറിറ്റൻസിലെ അനന്തരാവകാശ സ്വത്തിന്റെ നിയമം നിങ്ങൾ എല്ലാവരും അത് പഠിച്ചിരിക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നിസ്കരിക്കുന്നതും നോമ്പ് നോക്കുന്നതും പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവുക പോലും ഇല്ലായിരുന്നു. അത്രയ്ക്ക് ഭയങ്കര കോംപ്ലിക്കേഷൻ ഒന്നല്ല കേട്ടോ, എന്നാലും കുറച്ചൊരു എന്താ പറയാ അഡ്വാൻസ്ഡ് വിവരം വേണം അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം കാര്യങ്ങളൊക്കെ എന്താണ് ഒരു വിഭാഗം ആൾക്കാരുടെ അടുത്ത്, പണ്ഡിതന്മാരുടെ അടുത്ത് പഠിച്ചോളം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അവര് മനഃപൂർവ്വം തെറ്റിച്ച് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാല് നമ്മള് കുറ്റവിമുക്തരാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം തന്നെ. എന്ത് ഭംഗിയുള്ള എന്തൊരു ഈസി ആയിട്ടുള്ള ദീനായതെന്ന് അറിയോ. അൽഹംദുലില്ലാഹ്. എന്നാ നമ്മൾ കൂടുതൽ പഠിക്കാൻ ആഗ്രഹിച്ച് നമ്മൾ കൂടുതൽ അഡ്വാൻസ് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അഡ്വാൻസ് ചെയ്യുന്നതിന്റെ പ്രതിഫലം നമുക്കുണ്ട്. അതുകൊണ്ട് അല്ലെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ഭയങ്കര എന്താ പറയാ, ഭയങ്കര കാരുണ്യം തന്നെ. റബ്ബിന്റെ കാരുണ്യം നമുക്ക് വാക്കുകൾ കൊണ്ടൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റൂല. അപ്പൊ ഞാനിവിടെ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാല്, നസ്ഖ് എന്ന് പറയുന്നത് ഇജ്തിഹാദ് കൊണ്ട് തീരുമാനിക്കാൻ പറ്റില്ല. ഓക്കെ, എവിടെയും ഖുറാനിലും ഹദീസിലും ഒന്നും എവിടെയും പറഞ്ഞിട്ടില്ല, എന്നാ പിന്നെ നമുക്ക് അങ്ങ് ലോജിക്കൽ റീസൺ ചെയ്തിട്ട് നസ്ഖ് ചെയ്ത് കളയാം എന്ന് പറയാൻ പറ്റൂല. അതേപോലെ ഒരു തഫ്സീർ പണ്ഡിതൻ, ഓക്കെ, ഖുർആനിന് കമന്റ് ചെയ്യുന്ന ഒരു പണ്ഡിതൻ എന്റെ അഭിപ്രായം ഇതാണ്, ഇത് നസ്ഖ് ചെയ്യപ്പെട്ടതായിരിക്കും എന്ന് പറയാൻ പറ്റൂല.
കൃത്യമായിട്ട് ഖുർആനിലും ഹദീസിലും തെളിവുകളോട് കൂടിയുള്ളതാണെങ്കിൽ മാത്രമേ നസ്ഖ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നാളെ ഇന്നത്തെ അവസാനത്തെ ടോപ്പിക് നസ്ഖിന്റെ ക്ലാസിഫിക്കേഷൻ, വർഗീകരണം. നസ്ഖ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിലൊന്ന് നമുക്ക് നോക്കാം. രണ്ട് സോഴ്സസ്, അതായത് ഖുർആനും സുന്നത്തും പ്രകാരമാണ് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഖുർആനും സുന്നത്തും വെച്ചിട്ട് നസ്ഖ് ചെയ്യപ്പെടുന്നത് നോക്കുമ്പോൾ 4 രീതിയിൽ അത് സംഭവിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 3 രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഖുർആനകത്ത് തന്നെയുള്ള നസ്ഖാണ്. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് നാളെ പറയാം. ഇന്ന് അതും കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഇന്ന് നമ്മൾ പറയുന്നത് ഖുർആനും ഹദീസും, ഖുർആനിലും ഹദീസിലും തെളിവുകൾ വരാറുണ്ട് അല്ലെ. അപ്പം ഈ തെളിവുകൾ വെച്ച് നസ്ഖ് ചെയ്യപ്പെടുന്നതിന്റെ 4 രീതികൾ. അതിനകത്ത് ഏറ്റവും ആദ്യത്തെ, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കാര്യം, ഖുർആനിനെ ഖുർആൻ കൊണ്ട് നസ്ഖ് ചെയ്യാം. ഖുർആനിലെ ഒരു ആയത്തിൽ ഇറങ്ങിയിട്ടുള്ള ഒരു നിയമത്തെ ഖുർആനിൽ തന്നെ വേറൊരു നിയമം കൊണ്ട് റീപ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാം. ഖുർആനിലെ ഒരു ആയത്തിൽ ഇറങ്ങിയിട്ടുള്ള ഒരു നിയമം ഖുർആനിൽ തന്നെ വേറൊരു ആയത്ത് കൊണ്ട് റദ്ദാക്കുക, അല്ലെങ്കിൽ പകരം വെക്കുക. അതിനാണ് ഖുർആനെ ഖുർആൻ കൊണ്ട് നസ്ഖ് ചെയ്യാന്ന് പറയുന്നത്. ഇതിന് ഒരു ഉദാഹരണം സൂറത്തു നിസായിലെ 15-ാമത്തെ ആയത്ത്. നിങ്ങളുടെ സ്ത്രീകളിൽ നിന്ന് നീചവൃത്തിയിൽ ഏർപ്പെടുത്തുന്നവരാരോ, ഓക്കെ, ഫാഹിഷ, ഓക്കെ, അവർക്കെതിരിൽ സാക്ഷികളായി നിങ്ങളിൽ നിന്ന് 4 പേരെ നിങ്ങൾ കൊണ്ടുവരുവിൻ. അങ്ങനെ അവർ സാക്ഷ്യം വഹിച്ചാൽ അവരെ നിങ്ങൾ വീടുകളിൽ തടഞ്ഞു വെച്ചുകൊണ്ടിരിക്കുക. അവരെ മരണം വരെ ഏറ്റെടുക്കുകയോ അള്ളാഹു അവർക്കൊരു മാർഗം ഉണ്ടാക്കുകയോ ചെയ്യുന്നത് വരെ. ഇത് സൂറത്തു നിസായിലെ 15-ാമത്തെ ആയത്താണ്. എന്നാൽ ഈ ആയത്ത്, ഈ ഒരു നിയമം, ഓക്കെ, മോശപ്പെട്ട പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന സ്ത്രീകൾക്ക് അവർക്കെതിരായിട്ട് 4 സാക്ഷികളെ കൊണ്ടുവന്ന് അവർ സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞാൽ അവരെ വീട്ടിൽ തടഞ്ഞു വെക്കാൻ, തടവിൽ വെക്കാനുള്ള ഒരു നിയമം വന്നിട്ടുണ്ടായിരുന്നു. ഒന്നെങ്കിൽ അവർ മരിക്കുക, അല്ലെങ്കിൽ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയായിട്ട് വേറൊരു മാർഗം ഉണ്ടാക്കുന്നത് വരെ അവരെ അങ്ങനെ നിർത്തണം എന്നായിരുന്നു നിയമം. എന്നാൽ സൂറത്തു നൂറില് 2-ാമത്തെ ആയത്തില് വന്ന നിയമപ്രകാരം എന്താണ്? അസ്സാനിയത്തു വസ്സാനി ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത ജൽദ. വ്യഭിചരിക്കുന്ന സ്ത്രീ പുരുഷന്മാരിൽ ഓരോരുത്തരെയും നിങ്ങൾ 100 അടി അടിക്കുക. അപ്പം ഇത് ഖുർആനിൽ തന്നെ വന്ന നിയമത്തെ, ഖുർആനിൽ തന്നെ വന്ന ഖുർആനിലെ ഒരു ആയത്തിൽ വന്ന നിയമത്തെ ഖുർആനിലെ വേറൊരു ആയത്തിൽ വന്ന നിയമം കൊണ്ട് റീപ്ലേസ് ചെയ്യാണ്. ഇവിടെ ആദ്യം പറഞ്ഞ നിയമം, അവരെ വീട്ടു തടങ്കലിലാക്കാന്നുള്ള നിയമത്തിനെ എന്താക്കാണ്? 100 ചാട്ടവാർ അടി കൊണ്ട് റീപ്ലേസ് ചെയ്യാണ്. സുബ്ഹാനല്ലാഹ്. ഓക്കെ, ഇനി 2-ാമത്തെ ടൈപ്പ് നസ്ഖ് എന്ന് പറയുന്നത് ഖുർആനിനെ ഹദീസ് കൊണ്ട് നസ്ഖ് ചെയ്യല്. ആക്ച്വലി ഈ ഒരു കാര്യത്തിൽ പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. ചില പണ്ഡിതന്മാർ ഇതിനെ സ്വീകരിക്കുന്നുണ്ട്, ചില പണ്ഡിതന്മാർ ഇങ്ങനെ ഒരു സംഭവം, അതായത് ഖുർആനെ ഹദീസ് കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റൂല എന്ന് പറയുന്നുണ്ട്. എന്നാലും ഇത് അനുവദിക്കുന്നവർ, അല്ലെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവര് പറയുന്ന അവരുടെ തെളിവ് എന്താന്ന് വെച്ചാല് സൂറത്ത് ബഖറയിലെ 180-ാമത്തെ ആയത്ത്. ഓക്കെ, കുതിബ അലൈക്കും ഇദാ ഹദറ അഹദുകുമുൽ മൗതു ഇൻ തറക ഖൈറൻ അൽ വസിയ്യതു ലിൽ വാലിദൈനി വൽ അഖറബീന ബിൽ മഅറൂഫ്. നിങ്ങളിൽ ആർക്കെങ്കിലും മരണം ആസന്നമാവുമ്പോൾ അയാൾ ധനം വിട്ടു പോകുന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും വേണ്ടി ന്യായപ്രകാരം വസിയ്യത്ത് ചെയ്യാൻ നിങ്ങൾ നിർബന്ധമായി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ഇത് സൂറത്ത് ബഖറയിലെ 180-ാമത്തെ ആയത്ത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള ഒരു ഹദീസിനകത്ത് വന്ന വാക്കുകൾ പ്രകാരം, ഇന്നല്ലാഹ അസ്സസ്മുഹു ഖദ് അഅതാ കുല്ലദി ഹഖ്ഖിൻ ഹഖഹു വലാ വസിയ്യത ലിവാരിസിൻ. തീർച്ചയായും അള്ളാഹു ഓരോരുത്തർക്കും അവനവന്റെ അവകാശം നൽകിയിട്ടുണ്ട്, അതിനാൽ അനന്തരാവകാശികൾക്ക് വസിയ്യത്ത് ഇല്ല. അപ്പൊ വസിയ്യത്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഖുർആനിക് ആയത്തിന് വസിയ്യത്ത് ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഹദീസ്, ഇത് അബൂദാവൂദ്, നസായി, തിർമിദി, ഇബ്നു മാജ, അഹ്മദ്, ഓക്കെ, ഇത്രയും തഫ്സീർ ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ളതാണ്. അൽബാനി സഹീഹാക്കിയിട്ടുള്ള ഒരു ഹദീസുമാണ്. അപ്പം ഈ ഒരു ഹദീസ് വെച്ചിട്ട് ഈ ആദ്യം പറഞ്ഞ ഖുർആനിക് ആയത്തിനെ നസ്ഖ് ചെയ്യുന്നു എന്നാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന പണ്ഡിതന്മാര് പറയുന്നത്. എന്നാൽ മറ്റേ ഓപ്പോസിറ്റ് പാർട്ടി ഉണ്ടാവുമല്ലോ അല്ലെ, ഇതിനെ സപ്പോർട്ട് ചെയ്യാത്ത പണ്ഡിതന്മാര്. അപ്പം അവരുടെ വാദം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഹദീസ് ദുർബലമല്ല, പക്ഷെ ഈ ഹദീസ് സൂറത്ത് നിസായില് അനന്തരാവകാശത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആയത്തുണ്ട്, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഹദീസ് ഉപയോഗിക്കുന്നത്. അല്ലാതെ
ഖുർആനിലെ ഒരു ആയത്തിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട്, നസ്ഖ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഹദീസ് മുത്തവാത്തിർ ആയിട്ടുള്ള ഹദീസ് ആയിരിക്കണം. മുത്തവാത്തിർ, അത് നമ്മൾ ഹദീസിന്റെ ക്ലാസിഫിക്കേഷൻ അതിലേക്കൊന്നും പോകുന്നില്ല. അത് ഒരിത്തിരിയും കൂടെ സ്ട്രോങ്ങർ ഹദീസ് ആയിരിക്കണം. എന്നാൽ ഈ ഹദീസ് സ്ട്രോങ് അല്ല എന്നല്ല, ഈ ഹദീസ് വെച്ച് ഖുർആനിൽ ഒരു ആയത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാം, പക്ഷെ ക്യാൻസൽ ചെയ്യാൻ പറ്റൂല എന്നാണ് ഓപ്പോസിറ്റ് പണ്ഡിത വിഭാഗം വാദിക്കുന്നത്. എന്താണെങ്കിലും ഈ കാര്യത്തിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് മാത്രം ഓർത്തു വെക്കാം. ഇനി 3, ഹദീസിനെ ഹദീസ് കൊണ്ട് നസ്ഖ് ചെയ്യൽ. ഓക്കെ, അതായത് ഹദീസ് വഴി പഠിപ്പിച്ച ഒരു നിയമത്തിനെ വേറൊരു ഹദീസ് വഴി ക്യാൻസൽ ഔട്ട് ചെയ്യാം. ഇതിന് ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമാണ് നമ്മുടെ ഖിബ്ല. ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് മദീനയിലേക്ക് ഹിജ്റ പോകുന്നവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു കൊടുത്തത് എന്താണ്, ജെറൂസലേമിലേക്ക് തിരിഞ്ഞ്, അല്ലെ മസ്ജിദുൽ അഖ്സയിലേക്ക്, ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞിട്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ മദീനയിൽ എത്തിയതിന് ശേഷം ഇത് ഞാൻ ഹദീസിനെ ഖുർആൻ കൊണ്ടെന്നാണ് പറഞ്ഞത് നോർമലി തുടക്കത്തിൽ. ഇത് 3ാമത്തെ ടൈപ്പാണ്, ഹദീസിനെ ഖുർആൻ കൊണ്ട് നസ്ഖ് ചെയ്യുന്നതിനുള്ള ഉദാഹരണമാണ്. അപ്പം ഹദീസ്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പ്രകാരം അവര് ജെറൂസലേമിലേക്ക് തിരിഞ്ഞാണ് നിസ്കരിച്ചിരുന്നത്. എന്നാൽ സൂറത്ത് ബഖറയിലെ 144ാമത്തെ ആയത്ത്, ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം വഹൈസുമാ കുൻതും ഫവല്ലു വുജൂഹക്കും ശത്റഹു, ഇനി മുതൽ മസ്ജിദുൽ ഹറാമിന്റെ നേരെ നിന്റെ മുഖം തിരിക്കുക, നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങൾ അതിന്റെ നേരെ മുഖം തിരിക്കുക. അപ്പം ഈ ഒരു ഉദാഹരണം എന്തിനുള്ളതാണ്, ഹദീസ് വഴി വന്ന ഒരു നിയമത്തിനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് വഴി നടപ്പിലാക്കിയ ഒരു നിയമത്തിനെ ഖുർആൻ കൊണ്ട് ക്യാൻസൽ ഔട്ട് ചെയ്യുന്നതിനുള്ള ഒരു എക്സാമ്പിൾ ആണ്. വേറൊരു ഉദാഹരണം പറയപ്പെടുന്നത്, ഞാനത് സ്ക്രീനിൽ ഇട്ടിട്ടില്ല, ആയിഷ റളിയല്ലാഹു അൻഹ ആശുറ, ഓക്കെ, യൗമുൽ ആശുറ നോമ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് റമദാന്റെ ആയത്ത് റിവീൽ ചെയ്യുന്നത് വരെ, റമദാന്റെ ആയത്തിന്റെ വഹി ഇറങ്ങുന്നത് വരെ ആശുറ നോമ്പ് കമ്പൽസറി ആയിരുന്നു. പിന്നീട് റമദാന്റെ ആയത്ത് ഇറങ്ങിയതിന് ശേഷം ആശുറ എന്തായി, സുന്നത്തായിട്ട് മാറി. വേണമെങ്കിൽ പറ്റുമെങ്കിൽ ചെയ്താൽ മതി. ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമുക്കറിയാം ഈ ഇതിന്റെ ഒരു സ്റ്റോറിയിലെ നമ്മൾ മൂസ അലൈഹി ഇസ്ലാമിന്റെ കാര്യം പറഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പം അവിടെയുള്ള ജൂതന്മാര് മൂസ അലൈഹി ഇസ്ലാമിന്റെ ഈ കടല പിളർത്തി ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ സംഭവത്തിനെ ഓർക്കാൻ വേണ്ടിയിട്ട് അവര് ആശുറ നോമ്പ് എടുക്കുന്നത് കണ്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹ്യ കിട്ടിയിട്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിങ്ങളുടെ അടുത്തും പറയുന്നുണ്ട്, അല്ലെ, നിങ്ങളെക്കാളും കൂടുതൽ അധികാരം മൂസയുടെ കാര്യത്തിൽ ഞങ്ങൾക്കാണ്, അപ്പൊ ഞങ്ങളും നോമ്പെടുക്കും, അല്ലെങ്കിൽ ഞങ്ങൾ ആ നോമ്പെടുക്കുന്നുണ്ട്. അപ്പം ആ ഒരു സമയത്ത് അത് നിർബന്ധമായിരുന്നു. അതുവരെ എന്താണ്, പക്ഷെ അതിനെക്കുറിച്ച് ഖുർആനിക് ഒരു ആയത്തൊന്നും വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത് കാണിച്ചു കൊടുക്കും. ഹദീസ് പ്രകാരം അത് അന്ന് നിർബന്ധമായിരുന്നു. പക്ഷെ പിന്നീട് ഹിജ്റ 2ാമത്തെ വർഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പിന്റെ ആയത്ത്, അല്ലെ, സൂറത്ത് ബഖറയിലെ 185ാമത്തെ ആയത്ത്, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൻ ലിന്നാസി വബയ്യിനാത്തും മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ഷഹിദ മിൻകും അശ്ശഹ്റ ഫൽയസുംഹു, ജനങ്ങൾക്ക് മാർഗദർശനമായിക്കൊണ്ടും നേർവഴി കാട്ടുന്നതും സത്യവും അസത്യവും വേർതിരിച്ച് കാണിക്കുന്നതുമായ സുവ്യക്ത തെളിവുകളായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാകുന്നു റമദാൻ. അതുകൊണ്ട് നിങ്ങളിൽ ആർ ആ മാസത്തിൽ സന്നിഹിതരാണോ അവർ ആ മാസം വ്രതം അനുഷ്ഠിക്കേണ്ടതാണ്. അപ്പം ഈ ഒരു നിയമം ഖുർആൻ കൊണ്ട് വന്നു കഴിഞ്ഞപ്പം എന്തായി, ആദ്യത്തെ ആശുറ നോമ്പ് നിർബന്ധമായിട്ട് നോക്കാന്നുള്ളത് ക്യാൻസൽ ഔട്ടായി. ഇനി അവസാനത്തത് ഹദീസിനെ ഹദീസ് കൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിൽ പഠിപ്പിച്ച ഒരു നിയമം സോറി, ഇത് ഞാൻ എഴുതിയതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ഹദീസിൽ പഠിപ്പിച്ച ഒരു നിയമം ഹദീസ് വഴി തന്നെ മാറ്റുക. ഓക്കെ, വേറൊരു ഹദീസ് വഴി മാറ്റുക എന്നുള്ളത്. ഇതിനൊരു ഉദാഹരണമാണ് ജാബിർ ഇബ്നു അബ്ദുള്ള റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. അതായത് അദ്ദേഹം പറയുന്നുണ്ട്, അത് അബൂദാവൂദ്, തിർമിദി, നസായി, ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, അൽബാനി സഹീഹാക്കിയതാണ്. അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 കൽപ്പനകളിൽ അവസാനത്തേത് നിങ്ങൾ തീ കൊണ്ട്, അതായത് കുക്ക് ചെയ്യപ്പെട്ട ഭക്ഷണത്തിന് ശേഷം ഉളു എടുക്കണ്ട എന്നതായിരുന്നു. ഓക്കെ, 2 നിയമങ്ങളിൽ അവസാനത്തേത് ഇതായിരുന്നു എന്നാണ് ജാബിർ ഇബ്നു അബ്ദുള്ള പറയുന്നത്. എന്നാൽ ആദ്യകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
നിങ്ങൾ കുക്ക് ചെയ്യപ്പെട്ട ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വുളു എടുക്കണം. ഓക്കെ, വുളു എടുത്തതിന് ശേഷമാണ് നിസ്കരിക്കേണ്ടത് എന്ന് പറഞ്ഞതായിട്ടുള്ള വേറൊരു ഹദീസും ഉണ്ട്. അപ്പം രണ്ടാമത് എന്താ വന്നത്, അതിന്റെ ആവശ്യമില്ല. പിന്നീട് ലേറ്റർ പീരീഡിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ കുക്ക് ചെയ്ത ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വുളു മുറിയൂല, നിങ്ങൾ അതിന് ശേഷം വുളു എടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ക്യാമൽ മീറ്റ്, അതായത് ഒട്ടകത്തിന്റെ ഇറച്ചി ഒരു എക്സെപ്ഷൻ ആണെന്ന് പറയപ്പെടുന്നുണ്ട്. ഓക്കെ, അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വുളു എടുക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പം ഇത് ഹദീസ് കൊണ്ട് നസ്ഖ് ചെയ്യുന്നതിന് ഉദാഹരണമാണ്. അപ്പം ഇത്രയുമാണ് എന്താണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ, എന്ത് ഖുർആനും ഹദീസും വെച്ചിട്ട് നസ്ഖ് ചെയ്യുന്നതിന്റെ. അപ്പം നസ്ഖിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഖുർആനിലോ സുന്നത്തിലോ വന്നിട്ടുള്ള നസ്ഖ് ഖുർആനെ ഖുർആൻ കൊണ്ട്, ഖുർആനെ ഹദീസ് കൊണ്ട്, ഹദീസിനെ ഖുർആൻ കൊണ്ട്, ഹദീസിനെ ഹദീസ് കൊണ്ട്. ഇതിൽ തന്നെ ഖുർആനെ ഹദീസ് കൊണ്ട് എന്നുള്ളത് ഇത്തിരി ദുർബലമാണ്. ഇത്രയേ പറ്റുള്ളൂ. ഇനി ഖുർആനിലോ സുന്നത്തിനോ വന്നിട്ടുള്ളതിനെ ഇജ്മാ കൊണ്ടോ ഖിയാസ് കൊണ്ടോ ഇജ്തിഹാദ് കൊണ്ടോ നസ്ഖ് ചെയ്യാൻ പറ്റൂല. നമ്മൾ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങളാണ്. അതായത് ഖുർആനും സുന്നത്തും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാമിക നിയമങ്ങൾ വരുന്നതിനുള്ള രീതികളാണ് ഇജ്മാ, ഖിയാസ്, ഇജ്തിഹാദ്, ഉർഫ്. ഓക്കെ, അത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് അത് എടുക്കുക എന്ന് മാത്രം. അപ്പം ഇതൊന്ന് ഖുർആനിലും സുന്നത്തിലും വന്നിട്ടുള്ള ഒരു നിയമത്തിനെ ഈ പറഞ്ഞ ഒന്നും വെച്ചിട്ടും ക്യാൻസൽ ചെയ്യാൻ പറ്റൂല. കാരണം ഇതൊക്കെ മനുഷ്യന്റെ ചിന്തയും മനുഷ്യന്റെ ബുദ്ധിയുടെയും റിസൾട്ടാണ് ഇജ്മാ, ഖിയാസ്, ഇജ്തിഹാദ് ഒക്കെ. അപ്പം അത് വഴി വരുന്ന ഒരു നിയമവും, ഞാൻ പറഞ്ഞു ഫിഖി പണ്ഡിതന്മാർക്ക് ഇങ്ങനെ നിയമം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നിയമം ഡിറൈവ് ചെയ്ത് കൊണ്ടുവരാനുള്ള വകുപ്പുണ്ട്. അങ്ങനെയാണ് ഫിഖ്. ഓക്കെ, ഖുർആനിലും സുന്നത്തിലും ഇല്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഓൾറെഡി ഉള്ള നിയമം വെച്ചിട്ട് അവരുടെ ഇന്റലക്ച്വൽ അല്ലെങ്കിൽ ചിന്തയും ലോജിക്കും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്ന ഒരു സിസ്റ്റം ഫിഖിലുണ്ട്. അപ്പം ഈ ഒരു കാര്യം എന്ന് പറഞ്ഞത് മനുഷ്യന്മാരുടെ ബുദ്ധി മാത്രം ഉപയോഗിച്ചിട്ടുള്ള, അല്ലാതെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ വഹിയായിട്ടുള്ള, അള്ളാഹുവിന്റെ ഡിവൈൻ ആയിട്ടുള്ള ദൈവികമായിട്ടുള്ള നിയമം അല്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് തെറ്റുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇജ്മാ, ഖിയാസ്, ഇജ്തിഹാദ് ഒന്നും വെച്ചിട്ട് ഖുർആനിലോ സുന്നത്തിലോ വന്നിട്ടുള്ള തെളിവുകളെ നസ്ഖ് ചെയ്യാൻ പറ്റൂല. പക്ഷേ ഇജ്മായും ഖിയാസും ഇജ്തിഹാദും ഒക്കെ ഇസ്ലാമില് ഫിഖ് നിയമങ്ങള് സോഴ്സ് ആണ്. ഓക്കെ, ചില ഫിഖ് നിയമങ്ങൾ ഇതുവഴിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, കൊണ്ടുവരാൻ പറ്റുള്ളൂ. ശരീഅത്തിന്റെയും ഭാഗമാണ്. പക്ഷേ ശരീഅത്തിന്റെ ഭാഗമല്ല. ശരീഅ എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു തആല നേരിട്ട് ഇറക്കിയ നിയമങ്ങളാണ്. ഇസ്ലാമിക ഫിഖിന്റെ ഭാഗമാണ് ഇജ്മാ, ഖിയാസ് ഒക്കെ. ഓക്കെ, ശരിയയുടെ ഭാഗമില്ല. കാരണം നസ്ഖ് ചെയ്യണമെങ്കിൽ അത് ശരിയ ആയിരിക്കണം. അതായത് അള്ളാഹു സുബ്ഹാനഹു തആല ഡയറക്റ്റ് ഇറക്കിയ നിയമം ആയിരിക്കണം, വഹി വഴി ഇറക്കിയ. ഈവൻ സുന്നത്ത് ഹദീസുകൾ എന്ന് പറയുന്നതും അള്ളാഹു സുബ്ഹാനഹു തആല ഇൻഡയറക്റ്റ് ആയിട്ട് ഇറക്കുന്ന വഹികളാണ്. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തമായിട്ടൊന്നും സംസാരിക്കുന്നില്ല, സ്വന്തം ഇഷ്ടത്തിൽ നിന്നും ഒന്നും ചെയ്യുന്നില്ല എന്ന് ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക. ഇനി നമുക്ക് നാളെ നോക്കാനുള്ളത് ഖുർആനകത്ത് തന്നെയുള്ള നസ്ഖ്, അതായത് ഖുർആനിൽ ആയത്ത് വെച്ചിട്ടുള്ള നസ്ഖും ആയത്ത് ക്യാൻസൽ ചെയ്തിട്ടുള്ള നസ്ഖും ഉണ്ട് അല്ലെ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എന്നാലും അതിന്റെ ഒരു ഇത്തിരി ഡീറ്റെയിലും പിന്നെ വേറെ 1-2 കാര്യങ്ങളും കൂടെ പറയാം നാളെ ഇൻഷാ അല്ലാഹ്. ഇന്ന് ഇവിടെ വെച്ച് നിർത്താണ്. ഇതന്നെ ഒരുപാട് ഇൻഫർമേഷൻ ആയി എന്ന് വിചാരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ വമിൻ ഖൽബിൻ ലാ യഖ്ശഉ വമിൻ നഫ്സിൻ ലാ തശ്ബഉ വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا عن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.